എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. മറ്റു മാധ്യമങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു കലയാണ് സിനിമ എന്നാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും ശക്തമായ രീതിയിൽ കഥ പറയാൻ കഴിയുന്ന ഒരിടം കൂടിയാണ് സിനിമ. ഇപ്പോൾ സിനിമ സംവിധായകൻ്റെ കല എന്ന ഈ ഹോർട്യൂസിൻ്റെ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയിലെ യുവ സംവിധായകരിൽ ഏറ്റവും ശ്രദ്ധേയനായ തരുൺ മൂർത്തിയാണ്. തൻ്റെ 3 സിനിമകൾ കൊണ്ട് ഓപ്പറേഷൻ ജാവ, വൈവിധ്യമാർന്ന 3 സിനിമകളെന്ന് പറയാം. ഓപ്പറേഷൻ ജാവയായാലും സൗദി വെള്ളയ്ക്കായാലും തുടരുമെന്ന് പറയുന്ന 3 സിനിമകളിലൊക്കെ മലയാള പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്ഥാനം ലഭിച്ചിരിക്കുന്ന, ദേശീയ തലത്തിൽ നാഷണൽ അവാർഡ് മേടിച്ച സംവിധായകനാണ് തരുൺ മൂർത്തി. തരുൺ മൂർത്തിയോട് നമുക്ക് ചോദിച്ചു തുടങ്ങാം അല്ലേ? സംസാരിക്കാൻ എൻ്റെ 3 സിനിമകളിലും അതിൽ 2 സിനിമകളിൽ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്ത ആളെന്ന നിലയിൽ കുറച്ചും കൂടി എന്നിലെ സംവിധായകനെ അറിയുന്ന ആൾ അപ്പുറത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സ് തുറക്കാൻ നല്ലതായിരിക്കും. താങ്ക് യു. അപ്പോൾ സിനിമ സംവിധായകൻ്റെ കല എന്ന് പറയുന്ന ഈ സെഷനിൽ അങ്ങനെ തന്നെ തുടങ്ങാം. ഒരു തിരക്കഥാകൃത്ത് കൂടിയായ താങ്കൾ എങ്ങനെയാണ് സിനിമ സംവിധായകൻ്റെ കല എന്ന് പറയുന്നതിന്? സിനിമയ്ക്കൊരു വിഷൻ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളൊരു എങ്ങനെ ആ സിനിമ ഇരിക്കണം, അതിൻ്റെ ഒരു പ്രീ വിഷ്വൽ നമ്മുടെ മനസ്സിൽ ആദ്യം സംവിധായകൻ്റെ മനസ്സിൽ പതിയുന്നതാണ് സിനിമയുടെ ആദ്യത്തെ കാഴ്ച. അത് നമ്മുടെ കൂടെ എത്തുന്ന നിർമ്മാതാവിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എത്തുന്ന സഹസംവിധായകരിലേക്കും നമ്മളുടെ സിനിമാറ്റോഗ്രാഫറിലേക്കും മ്യൂസിക് ഡയറക്ടറിലേക്കും അതിൻ്റെ സൗണ്ട്സ്കേപ്പും ഒക്കെ ഡിസൈൻ ചെയ്ത് ആദ്യം മനസ്സിൽ കാണുന്ന ആൾ ഒരു വിഷണറി അല്ലെങ്കിൽ ക്ലാരിറ്റി. ഒരു സിനിമാ സംവിധായകന് ക്ലാരിറ്റി എന്ന് പറഞ്ഞ വാക്കിന് ഒരുപാട് വലിപ്പമേറിയതാണ്. ആ ക്ലാരിറ്റി ഉള്ളപ്പോഴാണ് അയാൾക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു തിരക്കഥാകൃത്ത് കൂടി ആയതുകൊണ്ട്, ഞാൻ കഴിഞ്ഞ എൻ്റെ 3 സിനിമകളിലും ഒരു തിരക്കഥാകൃത്തിൻ്റെ വേഷം കൂടി എനിക്കുള്ളതുകൊണ്ട്, എന്നിലെ ആദ്യത്തെ കാഴ്ച സംഭവിക്കുന്നത് തിരക്കഥാ രചനയിലാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന. അത് സംവിധായകനും തിരക്കഥാകൃത്തും ഒരേ വേവ് ലെങ്തിൽ വർക്ക് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് എൻ്റെ എഴുത്തുമുറിയിലാണ്. അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ ആദ്യം സിനിമ കാണുന്നത്. ഒരുപക്ഷേ ഒരു നടൻ അഭിനയിക്കുന്നതിനേക്കാൾ മുൻപ് അതിലെ എല്ലാ കഥാപാത്രങ്ങളെ അഭിനയിച്ച് നോക്കുന്ന ഒരാൾ കൂടിയാണ് തിരക്കഥാകൃത്ത്. അപ്പോൾ എൻ്റെ കാഴ്ചയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പൊസിഷനിൽ ഞാൻ നിന്ന് കാണുമ്പോൾ സിനിമ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും കലയാണ്. എന്ന് വെച്ച് നിർമ്മാതാവോ ബാക്കിയുള്ള ടെക്നീഷ്യൻസോ ക്രിയേറ്റീവ് പേഴ്സൺസോ മോശമാണെന്നുള്ളതല്ല. ഈ തിരക്കഥാകൃത്തും സംവിധായകനും കണ്ടെത്തുന്ന ഒരു ക്ലാരിറ്റി, ആ കഥയുടെ ഉൾക്കാഴ്ച, ആ കഥയുടെ സ്വഭാവം, ഈ കഥ എങ്ങനെ പറയണം, ഈ കഥയുടെ ടെറൈൻ എന്താണ്, ഈ കഥയുടെ മ്യൂസിക്കാലിറ്റി എന്താണ്, സൗണ്ട്സ്കേപ്പ് എന്താണ്, ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ്സ് എന്താണ്, അങ്ങനെയുള്ളൊരു വലിയ ഉൾക്കാഴ്ച നമ്മുടെ കൂടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെത്തെ കല. നമ്മൾ വിശ്വസിച്ച് വരുന്ന നിർമ്മാതാവ്, നമ്മൾ വിശ്വസിച്ച് വരുന്ന ക്യാമറാമാൻ, ഇവരെയൊക്കെ നമ്മൾ സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ, നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ആ സംസാരത്തിലൂടെ ചിലപ്പം നമ്മൾ പറയുന്നതിൽ നിന്ന് നമ്മൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് കിട്ടുന്ന ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ക്ലാരിറ്റികളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കൂട്ടി ഉറപ്പിക്കുന്നതാണ് സിനിമ. സിനിമയുടെ അവകാശം മൊത്തമായിട്ട് സംവിധായകൻ എടുക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഇത് എൻ്റെ കലയാണെന്നോ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കൂടെയുള്ളവൻ്റെ കല കൂടി തിരിച്ചറിയുന്നവനാണ് സംവിധായകൻ. അങ്ങനെ പറഞ്ഞു നിർത്തുന്നതായിരിക്കും അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഒരിക്കൽ TV ചന്ദ്രേട്ടൻ ഒരിക്കൽ ഞങ്ങൾ സംസാരിച്ചതിനിടയിൽ പറഞ്ഞു, പല സംവിധായകരും പറയുന്നുണ്ട് നല്ല തിരക്കഥയില്ലാത്തത് കൊണ്ടാണ് എനിക്ക് നല്ല സിനിമ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചന്ദ്രേട്ടൻ ഹാർഷായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, തിരക്കഥ എഴുതുക, വെറുതെ ആരെങ്കിലും എഴുതിയുണ്ടാക്കിയത് പഠിച്ചുണ്ടാക്കലല്ല, തിരക്കഥ കൂടി കണ്ടെത്തുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അതിനോട് തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ? സിനിമ, നല്ല സിനിമകൾ സംഭവിക്കണമെങ്കിൽ നല്ല കോണ്ടന്റുകൾ ഉണ്ടാവുക. ആ കോണ്ടന്റിനെ കൃത്യമായിട്ട് നമ്മളിപ്പം കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോഴും
ഇപ്പോൾ കവിതേനെ പറ്റി സംസാരിച്ചപ്പോഴും ചെറുകഥകളെ പറ്റി സംസാരിച്ചപ്പോഴും ഒരുപാട് ചെറുകഥകളും ഒരുപാട് കവിതകളും ഒരുപാട് നോവലുകളും ഒരുപാട് സിനിമകളും ഒക്കെ ഉള്ള ഈ കാലത്ത് നമ്മൾ ചിലതിനെപ്പറ്റി മാത്രം സംസാരിക്കുന്നു. അത് വെറുതെ അല്ല. അതിൻ്റെ അകത്തൊരു ഉള്ളുള്ളതുകൊണ്ടാണ്. അതിൻ്റെ അകത്തൊരു കാമ്പുള്ളതുകൊണ്ടാണ്. ആ വാക്കുകൾക്കൊക്കെ സിനിമയ്ക്കുള്ളിലും ടെക്നിക്കാലിറ്റിക്ക് അപ്പുറത്തേക്ക് ടെക്നീഷ്യൻസിൻ്റെ ക്യാമറ കൊണ്ട് അങ്ങനെ കറക്കാം, ഇങ്ങനെ കറക്കാം, എഡിറ്റിട്ട് ഇങ്ങോട്ട് തിരിക്കാം, അങ്ങോട്ട് തിരിക്കാം. അതൊക്കെ പുറംമോടികൾ മാത്രമാണ് സിനിമയ്ക്ക്. അതിനപ്പുറത്തേക്ക് സിനിമ തിരക്കഥ വേണമെന്ന് തന്നെയാണ്. തിരക്കഥയുടെ ഉള്ളിൽ ഒരു കാമ്പ് വേണം. ആ തിരക്കഥ കൃത്യമായിട്ട് ഇപ്പോൾ ഏതൊരു എഴുത്തുകാരൻ, എല്ലാവരും എഴുത്തുകാരാണ്. ആ എഴുത്തുകാരനിൽ നിന്നും നമുക്കിങ്ങനെയാണ് ആ സീൻ വേണ്ടത്. ആ സീനിൻ്റെ ഉള്ളിങ്ങനെയാണ് വേണ്ടത്. ആ ക്യാരക്ടർ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കുമോ എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് ആ തിരക്കഥാകൃത്തിനെയും കൃത്യമായിട്ട് മോൾഡ് ചെയ്യാൻ സംവിധായകന് പങ്കുണ്ട്. അപ്പം തിരക്കഥ കണ്ടെത്തുക എന്നുള്ളതും ആ തിരക്കഥ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഒക്കെ സംവിധായകൻ്റെ ജോലിയിൽ പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. 2 സിനിമകളിൽ അഭിനയിച്ച ഒരു നടനാണ് ഞാൻ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ഓപ്പറേഷൻ ജാവയിൽ. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നന്നായി ചെയ്ത വേഷങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ പറയുന്ന ഓപ്പറേഷൻ ജാവയിൽ. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ തരുൺ ഒരു ആക്ടറെ വർക്ക് ചെയ്യിപ്പിക്കുക അതൊരു രീതിയുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ ജോർജ് സാർ തുടരും എന്ന് പറഞ്ഞ ജോർജ് സിനിമയിൽ പ്രകാശ് വർമ്മ ചെയ്ത ക്യാരക്ടർ ജോർജ് സാറ് ഹലോ എന്നാക്കിയ കൈ അത് ഞാൻ കണ്ടിട്ടുണ്ട് സെറ്റിൽ ഇരുന്നിട്ട് തരുൺ അത് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊരു ബേസിക്കലി ഒരു കഥകളി നടൻ കൂടി ആയതുകൊണ്ടായിരിക്കും. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒരു കഥാപാത്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ? ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഫിലിം മേക്കിങ്ങിൽ. 3 അല്ല 4 കാര്യങ്ങൾ. അതിലൊന്ന് തിരക്കഥ രചന. തിരക്കഥയിലൂടെ നമ്മൾ കഥാപാത്രങ്ങളെയൊക്കെ കണ്ട് മനസ്സിലാക്കി, അറിഞ്ഞ്, ഉള്ളിൽ കയറ്റി സംവിധാനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ആ പ്രോസസ്സ് സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായ കിക്ക് തരുന്ന ഒന്നാണ്. മറ്റൊന്ന് ഈ പറയുന്ന നമ്മൾ എഴുതി ഉണ്ടാക്കിയ കഥാപാത്രങ്ങളെ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മോൾഡ് ചെയ്ത് ഫീഡ് ചെയ്യുക. ഫീഡിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കർമ്മമാണ് സംവിധാനത്തിൽ. നമ്മൾ ഒരു നടനോട് ആ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെ നടൻ്റെ സ്വാതന്ത്ര്യം വിടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെയാണ് ആ നടൻ, ഇങ്ങനെയായിരിക്കും ആ കഥാപാത്രം. ജോർജ് സാറിൻ്റെ കേസ് പറയുമ്പോൾ ആദ്യമായി പ്രകാശ് വർമ്മ അഭിനയിക്കാൻ വരുന്ന സീനാണ് അന്ന് രാത്രിയിൽ ഒരു മഴ പെയ്യുമ്പോൾ. എല്ലാവരും സിനിമ കണ്ട ആളുകളാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ രാത്രിയിൽ ഒരു വീട്ടിലേക്ക് വന്ന് കയറി ശോഭന മാമിൻ്റെ അടുക്കയിലും അവിടെയുള്ള ഇർഷാദിൻ്റെ അടുക്കയിലും അല്ലെങ്കിൽ മണിയമ്പിള രാജച്ചൻ്റെ അടുക്കയിലും ഒക്കെ ഇന്നൊരു ഉരുൾപൊട്ടലുണ്ടായി, അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി എന്ന് പറയുന്ന അതാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് അഭിനയിക്കാൻ നമ്മൾ കൊടുക്കുന്ന സീൻ. ഓർമ്മയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തിന് ഒരു ചെറിയ ഇൻട്രോ പോലെ ഒരു ഷോട്ട് എടുത്തു. അപ്പം ആ സീൻ എടുക്കാൻ വേണ്ടി വരുന്നതിന് മുന്നേ നമ്മൾ ആ ആക്ടറോട് പറയുവാണ്, ചേട്ടാ അയാൾ ഭയങ്കര ഒരു മാനിപ്പുലേറ്ററാണ്. അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ഒരു നാർസിസം എന്നൊക്കെ പറയുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. അയാൾ ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ എപ്പോഴും ഈ പറയുന്ന എല്ലാവരെയും ആദ്യത്തെ കാഴ്ചയിൽ പ്രീതിപ്പെടുത്തുകയും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കള്ളങ്ങൾ ഒളിപ്പിക്കുകയും ചെയ്യുന്ന കൈൻഡ് ഓഫ് നാർസിസം ആണ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാണ് ആക്ടറിന് അത്രയും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അയാൾ ഒരു വില്ലനാണേ. ആ വില്ലത്തരം വന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ ക്യാരക്ടറിൻ്റെ ആഴമുണ്ട്. അതൊരു നാർസിസ്റ്റ് ആണ്, അതിൻ്റെ ലെയറുകൾ ഇങ്ങനെയാണ്, അയാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഇന്ന കള്ളങ്ങളാണുള്ളത്, അതിൻ്റെ സീൻ തൊട്ട് മുമ്പത്തെ സീനിൻ്റെ ഒരു ഇമോഷൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സംവിധായകന് മാത്രമേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞു പോകുന്നതിൽ നിന്ന് ആ ക്യാരക്ടർ എന്താണ് എന്ന് ജോർജ് സാർ എന്താണെന്ന് സംസാരിച്ച് കൂട്ടുന്നതിനിടയിൽ ആ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി. നമ്മളൊരു സീൻ കട്ട് ചെയ്ത് കളഞ്ഞു പോയി. അതായത് ആ സീനിലോട്ട് കയറി വരുന്ന സമയത്ത് ഇർഷാദൊക്കെ ചോദിക്കുന്നുണ്ട്, സാറേ എന്താ സാറേ എന്ന് ചോദിക്കുന്ന സമയത്ത്, എന്താടാ ഇവിടെ കറണ്ടൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, മഴയല്ലേ സാറേ, ആ മഴയാണ്, കറണ്ടൊക്കെ പോകും എന്ന് പറഞ്ഞിട്ടാണ് നടന്നങ്ങോട്ട് കയറുന്നത്. അപ്പം അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കള്ളം പറയാൻ ഒരുങ്ങുന്നതിൻ്റെ ഒരുക്കങ്ങളാണ്, ഒരു മുൻകരുതലുകളാണ്. അവിടെ നിന്ന് വന്ന് ആ സമയത്ത് ആ കുട്ടി ഇറങ്ങി വരുന്ന സമയത്ത്, മോളെ അമ്മ അകത്തില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഞാൻ കട്ട് വിളിക്കുന്നത്. തിരിച്ചു വന്നിട്ടാണ്, അങ്ങനെയല്ല ചേട്ടാ, നമുക്ക് ആ മോള് വരുന്ന സമയത്ത് മോളുടെ മുന്നിൽ ഞാൻ ആക്സസബിൾ ആണ്, എന്നെ വിശ്വസിക്കാം, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്ന് ബോധപൂർവം കാണിക്കാൻ
ഈ ക്യാരക്ടർ ശ്രമിക്കും എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ഹലോ കയറി വരുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ ആ ക്യാരക്ടറിനോട് അത്ര അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കാം. അതാ ഞാൻ ചോദിക്കുന്നത്. അത് ഇത് തിരക്കഥയുടെ പ്രോസസ്സിങ്ങിൽ ഇല്ലില്ല. ഇല്ല തിരക്കഥയുടെ പ്രോസസ്സിൽ ഈ ഹലോ ഇല്ല. ഇല്ല അല്ലേ? അതാ ഞാൻ ചോദിച്ചത്. തിരക്കഥയുടെ പ്രോസസ്സിൽ ഹലോ ഇല്ല. തിരക്കഥയുടെ പ്രോസസ്സിൽ ജോർജ് സാറിന് ഇത്രയും ലെയറുകളില്ല. തിരക്കഥയുടെ പ്രോസസ്സിൽ അതൊരു ഒരു ഒരു ലാൽ സാർ നെഗറ്റീവ് ചെയ്യുന്ന ക്യാരക്ടറിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആന്റഗോണിസ്റ്റിന് അപ്പുറത്തേക്ക് അയാളൊരു നാർസിസ്റ്റ് ആണെന്നും അയാളുടെ ഉള്ളിൽ ഈ പറയുന്ന മാനിപ്പുലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു മാനിപ്പുലേറ്റർ എന്ന് പറയുന്ന രോഗാവസ്ഥയുണ്ടെന്നും ഒക്കെ ഉള്ളത് പിന്നീട് നമ്മൾ സംവിധായകൻ ആ ക്യാരക്ടറെ പറ്റി ചിന്തിക്കുമ്പോഴും നമ്മൾ 2-3 വട്ടം ആഴങ്ങളിൽ വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ വീണ് കിട്ടുന്നതാണ്. അപ്പം പിന്നെ ചില പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിടില്ല. അപ്പൊ തിരക്കഥ ഇപ്പൊ നമ്മൾ ഷൂട്ട് ഇപ്പൊ എഴുതി കഴിഞ്ഞ തിരക്കഥയായിട്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് സിനിമ വളരുന്നത് ഭീകരമായ രീതിയിലായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. മേക്കിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന തിരക്കഥ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ബ്ലൂ പ്രിന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ചത് കൃത്യമായിട്ട് ചാർട്ടുകൾ സെറ്റ് ചെയ്യാൻ, നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊണ്ടുത്തരാൻ, അല്ലെങ്കിൽ ഒരു ഡേറ്റുകളെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ തിരക്കഥ എന്ന് പറഞ്ഞൊരു വാചകം ഉണ്ടായി വരുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമ ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേ അത് തിരക്കഥയാവുന്നുള്ളൂ. അതുവരെയും തിരക്കഥ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറാൻ അനുവദിക്കണം ഒരു സംവിധായകനെ. ഞാൻ ആ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ എൻ്റെ സഹസംവിധായകരോടും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും പറയും, നമ്മൾ ഇംപ്രവൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആ തിരക്കഥയിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെ, ആ സിനിമ മാറുന്നത് കണ്ട് നമ്മൾ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഓരോ സമയവും ഡബ്ബിൽ വരുന്ന സമയത്ത്, എഡിറ്റിൽ വരുന്ന സമയത്ത് എന്ത് പുതിയത് ആ സിനിമ, അല്ലെങ്കിൽ നമുക്ക് മടുക്കും പെട്ടെന്ന് ആ സിനിമ കണ്ട് ഒരു പുതുമ നഷ്ടപ്പെടാണ്ട് എന്ത് പുതിയത് എന്ത് എക്സൈറ്റഡ് ആകും. അപ്പം അത് ഞാൻ എപ്പോഴും നമ്മൾ തിരക്കഥ എഴുതി ഡ്രാഫ്റ്റ് ലോക്ക് ചെയ്ത് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും പ്രൊഡക്ഷനും ഒക്കെ വായിക്കാൻ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരിക്കലും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ പേപ്പർ തരൂ എന്ന് ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഞാനത് ഒരു ആർട്ടിസ്റ്റ് എന്ത് ഡയലോഗ് പറയുന്നു എന്ന് നോക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സീൻ എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് ആർട്ടിസ്റ്റിനോട് സംസാരിക്കും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷാജി എന്ന് പറയുന്ന ഇർഷാദൊക്കെ ചെയ്തിരിക്കുന്ന തുടരുമിലെ ക്യാരക്ടർ തിരക്കഥയിലില്ല. അവിടെയും ഇവിടെയും ഒക്കെ ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുന്ന ഞാൻ ഒരാളിനപ്പുറത്തേക്ക് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാ. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അയ്യോ ഷാജി എവിടെ, ഇങ്ങോട്ട് വന്നാൽ മതി, ഷാജിനെ ഞാൻ സിനിമയിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പം അയാൾ സിനിമ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയം ഉണ്ടാവും. അല്ല, എനിക്ക് അത് നിങ്ങളോട് പറയാനുള്ളതാ. ശരിക്കും ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തരുണ ഇതിൽ ഞാൻ എവിടെ ഷാജി, ഇതിൽ ഷാജിയെ കാണാനല്ലോ. അല്ല ഷാജി അതിലുണ്ട്, അത് മേക്കിങ്ങിൽ അത് സംഭവിക്കുള്ളൂ, ധൈര്യമായിട്ട് എന്നെ വിശ്വസിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അത് കറക്റ്റ്. ഈ പറയുന്ന ബെൻസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കൂട്ടുകാരായ കുട്ടിച്ചൻ, ഷാജി, ചിയാച്ചൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകളുടെ പേരുകൾക്കപ്പുറത്തേക്ക് അവരെങ്ങനെയാണ് ഇരിക്കുന്നത്, അവരുടെ രൂപം എന്താണ്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളതൊക്കെ സംവിധാനം അറിയുള്ളൂ. അവിടെ വന്ന് ഇർഷാദൊക്കെ വരുമ്പോഴാണ് ഇർഷാദയോട് ഞാൻ പറഞ്ഞു, ഇർഷാദ് ഇങ്ങനെ കാണാൻ വരുമ്പോൾ കുറച്ചും കൂടി വെളുത്ത താടിയും മുടിയും. ഞാൻ പറഞ്ഞു, ഇർഷാദ് ഇതിങ്ങനെ തന്നെ നിലനിർത്തുക. ഞാൻ ചോദിച്ചു, ഇർഷാദൊക്കെ മുറുക്കാൻ അറിയുമോ? മുറുക്കാടാ. ഒരു മുറുക്ക് ഒരു ശീലമാക്കുന്ന രീതിയിൽ ഒന്ന് പിടിച്ചോളൂ. പിന്നെ നമ്മൾ അയാൾക്കൊരു എത്തിയോസിന്റെ ഒരു കാറ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അയാളൊരു എത്തിയോസ് കാറ് റെന്റിന് ഓടിക്കുന്ന ഒരാളാണ്. ഇത് ഞാൻ പറഞ്ഞ സിനിമയിൽ അത് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ പോലും പിന്നെ അയാൾക്കൊരു എപ്പോഴും വെള്ളയും ഇടുന്ന ഒരു പോക്കറ്റിൽ എപ്പോഴും ഒരു എവിടെയോ അത് ഒരു 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 കമന്റ് കണ്ട് കറക്റ്റ് INDC-കാരൻ, ഇതുപോലെ INDC-കാരൻ എല്ലാ പേട്ടയിലും ഞാൻ എൻ്റെ ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്നത് കറക്റ്റ് ആയിട്ട്. മനസ്സിലായി. നമ്മൾ അങ്ങനൊന്നും പ്ലാൻ ഇല്ല, പക്ഷെ ആളുകൾ അങ്ങനെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അത് ഈ ഡീറ്റെയിലിംഗ് ഒരിക്കലും തിരക്കഥയിലില്ല. ഈ ഡീറ്റെയിലിംഗ് സംവിധായകന്റെ മനസ്സിലേ ഉള്ളൂ. അത് ഞാൻ പോയി പ്രൊഡക്ഷൻ എടുക്കുകയിലോ അല്ലെങ്കിൽ ക്യാമറാമാൻ്റെ എടുക്കുകയിലോ പോയി സംസാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ ആക്ടറുമായിട്ട് സംസാരിക്കേണ്ടത്. ഇർഷാദ് എനിക്ക് അയാൾ വേണ്ടത് എന്ത് കാര്യത്തിലും കൂടെ ഉണ്ടാവുന്ന ഒരാൾ, കുറച്ചും കൂടി രാഷ്ട്രീയ ബോധവും, അല്ലെങ്കിൽ അയാൾക്കൊരു ഒരു കോൺഗ്രസിന്റെ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഒരു നേതൃത്വ പാഠമൊക്കെ ഉള്ള അല്ലേ? ഏ? നേതൃത്വ പോലീസ് സ്റ്റേഷനിൽ ഇടപെടുക. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആൾ മണിയമ്പള രാജേട്ടനാണ്. നേതൃത്വ പാഠമുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് സ്ക്രിപ്റ്റിലും ഒരു പക്ഷേ മണിയമ്പള രാജേട്ടനാണ് നിൽക്കുന്നത്. ഞാൻ ആ സമയത്ത് പറഞ്ഞ ഇർഷാദൊക്കെയാണ് അവിടെ വരേണ്ടത്. കാരണം ഇർഷാദൊക്കെ മാത്രമേ അവർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇത്രയും സ്വാതന്ത്ര്യത്തിൽ കാരണം അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അയാൾക്ക് ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വന്നുള്ള പരിചയങ്ങൾ, അപ്പം ആ ഡീറ്റെയിലിങ്ങും ആ ഡിസ്ക്രിപ്ഷൻസും ഒരു സംവിധായകന്റെ ഡിസ്ക്രിപ്ഷനാണ്. അങ്ങനെയാണ് ഞാനൊരു കാര്യം വിളിച്ചു. ആ സിനിമ അതിന്റെ ഇടയിലുണ്ടായ ഒരു കാര്യം കൂടി ഞാൻ തരുൺ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് സീൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ, എന്താണ് അതിൻ്റെ ഒരു ഫീൽ?
അല്ല ഇതൊന്നല്ലല്ലോ സിനിമയിൽ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതെ 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 അല്ലല്ലോ. അല്ല പക്ഷെ അതിന്റെ റെഫറൻസ് ആയിരിക്കുന്നു അതല്ലേ. അതെ അത് ഒരു പരിധിവരെയും എഡിറ്റർമാരുമായിട്ട് നമ്മൾ പലപ്പോഴും ഈ ഒരു ഐഡിയ പറയുമ്പോൾ എഡിറ്റ് ചെയ്യുന്നവർ പറയും അത് ഒരിക്കലും വർക്കൗട്ട് ആകില്ല, അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ താളം ആ മ്യൂസിക് ഞങ്ങളുടെ ഒരു താളത്തിന് അത് ബാധിക്കും, അപ്പം മ്യൂസിക് കാര്യങ്ങൾ ഇല്ലാണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന്. പക്ഷേ എനിക്ക് എന്നെ എഴുത്തിൻ്റെ സമയത്ത് മ്യൂസിക് ഇട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു സിനിമയുടെ ഒരു റിതം സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ മ്യൂസിക് ഭയങ്കരമായിട്ട് റൈഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചില സീനുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഒന്ന് മൂഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മ്യൂസിക് ഇട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് കുറവായിരിക്കാം. പക്ഷേ ആ ക്രിയേറ്റീവ് കുറവ് മനസ്സിലായിക്കൊണ്ട് തന്നെ ഒരു മ്യൂസിക് ഒരു ഒരു റൈറ്ററിനെ ഏതോ രീതിയിൽ അയാളുടെ ഒരു ഉള്ളിലെ തീ കത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ആ എഴുത്തുകൾ പലപ്പോഴും നന്നായി വന്നിട്ടുണ്ടെന്ന് എനിക്ക് എന്നിലെ സംവിധായകൻ, എന്നിലെ റൈറ്ററിനെ കൊള്ളാടാ മോനെ എന്നുള്ള രീതിയിൽ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ വന്ന് ഞാനൊരു ആക്ടറിനോട് പറയുമ്പോൾ ഇപ്പം ലാലേട്ടൻ്റെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സീനാണ് ബാത്റൂമിൽ ആ കരയുന്ന സീൻ. ആക്ച്വലി ആ സീനിന് മുന്നേ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ആ സീൻ എഴുതുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ആ സെറ്റിലുടനീളം വലിയ സ്പീക്കറിൽ പ്ലേ ചെയ്ത് ഓൾ ടീമിനെ അതിൻ്റെ മൂഡിലോട്ട് എത്തിച്ച്, ഈവൻ ക്യാമറാമാനെ അതിൻ്റെ ഷാഹിച്ചേട്ടനെ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിച്ച്, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കാൻ വരുന്ന അല്ലെങ്കിൽ ആർട്ട് ഒരുക്കുന്ന അല്ലെങ്കിൽ ആ ബാത്റൂമിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ വരുന്ന ആർട്ട് ഡയറക്ഷൻ ടീമിനെ ആ മൂഡിലോട്ട് എത്തിച്ച് അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ടിന് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ലാലേട്ടൻ എടുക്കയിൽ ഇപ്പം ലാലേട്ടൻ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് വേണം ലാലേട്ടൻ പെർഫോം ചെയ്യണമെന്ന് പക്ഷക്കാരനല്ല. അങ്ങനെ അദ്ദേഹത്തിന് അത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് ആ ഒരു സീനിൻ്റെ റിതം ഞാൻ കീപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലോട്ടുള്ള ട്രാൻസിഷൻസ് എങ്ങനെ വേണം എന്നൊക്കെ അളക്കുന്ന ഒരുപക്ഷെ ഈ മ്യൂസിക്കൽ ഇമ്പാക്റ്റ് കൊണ്ടാണ്. അപ്പം മ്യൂസിക് എന്നെ പലപ്പോഴും അത് എനിക്ക് ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റ് കിട്ടിയത് ശോഭന മാമിൻ്റെ കയ്യിൽ നിന്ന്. ശോഭന മാമിന് അങ്ങനെ ഒരു നമ്മളൊക്കെ ജാവയും സൗദിയൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട്, പക്ഷേ പുതിയൊരാളെന്ന നിലയിൽ എനിക്ക് ഒരു തോന്നുന്നു ജിത്തു ജോസഫ് ദൃശ്യം ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ മ്യൂസിക്കൽ ഇമ്പാക്റ്റുകൾ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ലാൽ സാറിനൊരു പുതിയ അനുഭവമല്ല. പക്ഷേ ശോഭന മാമിനൊരു പുതിയ അനുഭവം. ശോഭന മാം ഇതിന് ശേഷം മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് റിഹേഴ്സൽസിനും അല്ലെങ്കിൽ നമ്മളുടെ റൈറ്റിങ്ങിലും ഒക്കെ എത്രത്തോളം വലുതാണ്, ഞാൻ ഇനി അങ്ങനെ വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയി. ഒരു ദിവസം സുഹാസിനി മാമിനെ ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ട സമയത്ത് ശോഭന പറഞ്ഞു, തരുണിൻ്റെ മ്യൂസിക് വെച്ചുള്ള വർക്കിംഗ് സ്റ്റൈലിനെ പറ്റിയൊക്കെ ശോഭന പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഈ ജനറേഷനിലുള്ള ആൾ മറ്റൊരു ജനറേഷനിലുള്ള ആളെ ഏതൊക്കെയോ രീതിയിൽ തൊട്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മൾ തുടരാനായിട്ട് പോകുന്നു. അതെ അതെ നമുക്ക് സൗദി വെള്ളേക്കിലേക്ക് പോയത്. ഓ ഇപ്പോൾ ഓപ്പറേഷൻ ജാവ പോലെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്ത സിനിമയാണ് അത്. അത് ആ സമയം അല്ലെങ്കിൽ അന്ന് ഹിറ്റ് അടിച്ചതിനേക്കാളും ഏറ്റവും വലിയ ഹിറ്റുകളിലേക്കൊന്ന് മാറേണ്ട വലിയ വലിയ ചർച്ച ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിനുശേഷം എങ്ങനെ ഇപ്പോൾ എനിക്കറിയാമായിരുന്നു അതിനുശേഷം ചെയ്യാൻ പോകുന്ന സിനിമ സൗദി വെള്ളൊക്കെയാണെന്നുള്ളത്. അതെ നമ്മളോട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് ഇപ്പോൾ? കാരണം വെച്ചാൽ സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്നത് അത്ര കമേഴ്ഷ്യലായിട്ട് ഓടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ തോന്നാവുന്നൊരു സിനിമയാണ്. കമേഴ്ഷ്യലായിട്ട് വിജയിച്ചിട്ടൊരു സിനിമ. പക്ഷേ നമുക്ക് ആ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇത് കമേഴ്ഷ്യലായിട്ട് പോവോ എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല അതിൽ വലിയൊരു രാഷ്ട്രീയ വിഷയം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ കമേഴ്ഷ്യൽ സിനിമയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത്? അല്ല ഇത് എനിക്കിതിൻ്റെ അത് ആർട്ട് സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ, പാരലൽ സിനിമ, ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നൊന്നും കാറ്റഗറൈസ് ചെയ്യാൻ ആസ് എ പേഴ്സൺ എനിക്കറിയില്ല. എനിക്ക് എല്ലാ സിനിമയും ഓടണം, എല്ലാ സിനിമയും ഒരുപാട് ആളുകൾ കാണണം, നമ്മുടെ സിനിമകൾ ആളുകൾ കണ്ട് അതിനെപ്പറ്റി പറയണം, എഴുതണം, വിമർശിക്കണം, എന്ന് ആ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ. അപ്പം ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് ഇന്നേ വരെ മലയാളികൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു വിഷയം സംസാരിക്കണം. ആ വിഷയം നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ അകത്ത് തൊഴിലില്ലായ്മയും അങ്ങനത്തെ രാഷ്ട്രീയങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തി തുടങ്ങിയത്. അതിനു മുമ്പ് ചെയ്യുമ്പോൾ അതൊരു സൈബർ ത്രില്ലെന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത്. അത് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് അതിൻ്റെ അകത്ത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമൊക്കെ നമ്മളാണ് തിരിച്ചെത്തി വന്നത്. പക്ഷേ ഈ പറയുന്ന സൗദി വെള്ളമൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആ സമയത്ത് ഇപ്പോൾ ഓപ്പറേഷൻ ജാവ സിനിമയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. സിനിമ വൺസ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പിന്നാലെ ഒരുപാട് പ്രഷറുകളും ഒരുപാട് താരങ്ങളും ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ വരും. അപ്പോൾ ഈ ഓപ്പറേഷൻ ജാവ സംഭവിച്ച സമയത്ത്
എനിക്കറിയാം. എന്റടുത്ത് പല സ്റ്റാർസുകളും നമ്പർ ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. തരുണിന്റെ നമ്പർ തരുമോ? നമുക്ക് അടുത്ത പടം ചെയ്യിപ്പിക്കാനാണെന്ന് അപ്പം പറഞ്ഞിട്ട്. പെട്ടെന്ന് അങ്ങനെയുള്ള കോളുകളൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പാടാ. അയ്യോ! ഇത് ഞാൻ അങ്ങനെ ഒരിക്കലും പെട്ടെന്ന് ഇന്നാകുന്നൊരു സംവിധായകനല്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഉള്ളിൽ എപ്പോഴോ കിടന്നിരുന്നൊരു വിഷയമാണ് ഈ സൗദി വെള്ളക്കയുടെ വിഷയം. അതിൻ്റെ ഉള്ളിലെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു വിഷയം ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ ഇതിപ്പം പറഞ്ഞാൽ നീ കുറേ കൊമേഴ്ഷ്യൽ സക്സസ്സുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറേ സിനിമകൾ നീ നിനക്കെന്നാണ് ഒരു സിനിമ ചെയ്യുന്നത്, നിനക്ക് വേണ്ടി നീ നിന്റെ ഉള്ളിൽ എന്നും ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് സൗദി വിളക്ക് വരുന്നത്. അപ്പം സൗദി വിളക്ക് ചെയ്യുമ്പോഴും അത് കൊമേഴ്ഷ്യലി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നാലാൾ കാണണം എന്ന് പറയുന്ന ഇമ്പാക്റ്റ് തന്നെയാണ് ആ സിനിമയും നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ എന്ത് പ്രേരിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സിനിമ ചെയ്യാനുള്ള കൊതിയാണ് പ്രേരിപ്പിച്ചത്. ഉം. ഞാൻ പറയാം, ഇപ്പോൾ ഓപ്പറേഷൻ ജാവ കഴിഞ്ഞ് ഞാൻ പറയില്ലേ, ഇതുപോലെ ഒരുപാട് നടന്മാർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ വിളികളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ സൗദി വെള്ളയ്ക്ക് തന്നെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൊരു സിനിമയാണ്, അതേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ താരതമ്യേന അത്ര ഹീറോ അല്ലാത്ത ലുക്മാൻ തന്നെ ആ കഥാപാത്രം. അപ്പം ഞാൻ ചോദിക്കാൻ വരുന്നത് വെച്ചാൽ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു സിനിമയിൽ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുക? ഇപ്പോൾ ലുക്മാന് പകരം നിങ്ങൾക്ക് അന്ന് വിലയുള്ള ഒരുപാട് പേരെ വേണമെങ്കിൽ കിട്ടാം. കാരണം ഓപ്പറേഷൻ ജാവ പോലെ സിനിമ ഹിറ്റ് അടിച്ച ഒരാളാണ്. എങ്ങനെയാണ് അന്ന് നമ്മൾ ആലോചിച്ച് ലുക്മാൻ ആദ്യം എന്നോട് പറയുമ്പോഴും ലുക്മാൻ തന്നെയായിരുന്നു. ലുക്മാനെ മാറ്റാതെ എങ്ങനെയാണ് ആ കാസ്റ്റിങ്ങിൻ്റെ ഒരു രീതി തരുണ്ട്? കാസ്റ്റിംഗ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിൽ 80% കാസ്റ്റിംഗ് എല്ലാം നമ്മൾ ഒരു സംവിധായകൻ്റെ ഇഷ്ടം പ്രകാരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമ ഒരു പരിധിവരെയും സക്സസ് ആണ്. തിയേറ്ററിൽ ഓടുന്നതിന് മുന്നേ തന്നെ സംവിധായകൻ ഒരു തിരക്കഥാകൃത്ത് എഴുതി വെച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷനോട് കൂടിയ, അല്ലെങ്കിൽ സംവിധായകൻ കണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, ആർക്കുകളുള്ള ഒരു നടനെ ചൂസ് ചെയ്യാൻ പറ്റിയാൽ അത് അത് ആ സിനിമയുടെ ഒരു വലിയ 80% ഓഫ് എ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ കാസ്റ്റിംഗ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ലുക്മാനിലേക്ക് വന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഉമ്മേനെ വെച്ച് പറയാം. അപ്പോൾ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ മലയാളത്തിലെ ആ സമയത്തുള്ള ഇപ്പം നമുക്കിഷ്ടമുള്ള ഇപ്പോൾ ഷീലാമ്മ, അല്ലെങ്കിൽ ജയഭാരതി മാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളിലൊക്കെ പോകാവുന്ന സാധ്യതകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആളുകൾക്ക് പരിചയമുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു കഥ പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടില്ല, മകനായിട്ട് എന്നെ ആലോചിച്ചായിരുന്നു. അതെ, അതെ. അല്ല, ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവും. അ ഉർവശി ചേച്ചിയാണ് വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പടത്തിൻ്റെ അവസാനം ഓക്കെ, അവർക്ക് നീതി കിട്ടാൻ പോകുന്നതാണ് സിനിമ എന്നുള്ളത് പടം തുടങ്ങി ഏതാണ്ടൊരു ഇൻ്റർവെൽ ആവുമ്പോഴേ പ്രേക്ഷകൻ കണ്ടെത്തും. അപ്പോൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അൺപ്രഡിക്റ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രേക്ഷകന് കുറച്ച് സർപ്രൈസ് എലിമെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളത്, ആ ഒരു ഞാൻ പറയുന്നത്, ഞാൻ കുറച്ചും കൂടി സിനിമേനെ കാണുന്നത് ഒരു ക്രിക്കറ്റ് മത്സരം പോലെയാണ്. നമ്മളൊരു ക്രിക്കറ്റ് മത്സരം എന്ന് പറയുമ്പോൾ ആഹ്, ഒരു കൂട്ടം ഫിലിം മേക്കേഴ്സും പ്രേക്ഷകനും തമ്മിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച്, ഈ പറയുന്ന ഒരു സിനിമാ തിയേറ്ററിനുള്ളിൽ നടക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ചാണ്. അപ്പം നമ്മൾ അവർ വിചാരിക്കുന്ന സമയത്തല്ല ചില ഗെയിം പ്ലാനുകൾ ഇറക്കേണ്ടത്. നമ്മൾ ആ സമയത്ത് ചിലപ്പം ഫസ്റ്റ് ആദ്യത്തെ 6 ഓവറുകളിൽ ഒരു പവർ പ്ലേയിൽ ഒരു 60 റൺ സ്കോർ ചെയ്യണമായിരിക്കും. അപ്പം അങ്ങനത്തെ ചില സർപ്രൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അവർ വിചാരിക്കാത്ത സമയത്ത് ഒരു ബാറ്റ്സ്മാനെ, ഒരു ബോളറെ ഇറക്കുക എന്നുള്ളതൊക്കെ ഒരു സംവിധായകൻ്റെ ഒരു മൈൻഡിൽ കിടക്കുക. അപ്പം ആ അങ്ങനൊരു ഗെയിം പ്ലാനിലാണ് ഞാൻ സിനിമേനെ കാണാൻ കൂടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ സിനിമ ആർട്ടിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് നമുക്ക് ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നത്? അവിടെയും ഒരു രീതിയിൽ ഒരു ഒരു ആർട്ടിൻ്റെ ഒരു അംശം നടക്കുന്ന, പ്രേക്ഷകൻ വിചാരിക്കാത്ത കാര്യങ്ങളിൽ അവന് സന്തോഷവും സസ്പെൻസും സർപ്രൈസുകളും കിട്ടുമ്പോഴാണല്ലോ ക്രിക്കറ്റ് മത്സരവും നമുക്ക് സീറ്റ് ഓഫ് ദ എഡ്ജ്, അല്ല എഡ്ജ് ഓഫ് ദ സീറ്റിലോട്ടൊക്കെ വന്ന് നിൽക്കുന്ന പരിപാടികളിലോട്ട് വരുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതേ ഫോർമാറ്റ് തന്നെയാണ് ആ സർപ്രൈസുകൾക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില ഗെയിം പ്ലാനുകളുടെയും ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് എനിക്ക്. അപ്പം ലുക്മാന് വരാമെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം അവിടെ ഒരു ആസിഫ് അലിയോ അല്ലെങ്കിൽ ഒരു ടൊവിനോ തോമസോ ഈസിലി പോസിബിൾ ആണ്. പക്ഷേ അവിടെ ഒരു ആസിഫ് അലിയോ ടൊവിനോ തോമസോ ആണ് വരുന്നതെങ്കിൽ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എപ്പോഴേ ആളുകൾക്ക് അളക്കാൻ പറ്റും. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ആൾ. ഇപ്പം മലയാളത്തിൽ എത്രയോ മികച്ച ക്യാരക്ടർ റോൾ ചെയ്യുന്ന എത്രയോ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും ജോർജ് സാറിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വേർഷനിൽ ജോർജ് സാർ നന്നാക്കുമെന്ന് പറയാം. പക്ഷേ
അവിടെ അവരാരെയും കുറച്ച് പറയുന്നത് അവിടെ ഒരു സിദ്ദിഖ് ഏട്ടനോ അല്ലെങ്കിൽ അവിടെ ഒരു വിജയരാഘവൻ ചേട്ടനോ അല്ലെങ്കിൽ ഒരു ഷമീ തിലകനോ ഒക്കെയാണ് വന്ന് നിന്നിരുന്നതെങ്കിൽ അവിടെ ഫസ്റ്റ് സീസണിൽ തന്നെ ബാത്റൂമിൽ നിന്ന് ഹലോ എന്ന് പറഞ്ഞു ആ അതെ വില്ലൻ വന്നു എന്ന് പറയുന്നൊരു ഇത് പ്രകാശേട്ടനെ പോലത്തെ ഇതുവരെ കണ്ട് ശീലമില്ലാത്ത ഒരു ആർട്ടിസ്റ്റ് വന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു പുതിയ താളമുള്ളൊരു നടൻ നമ്മൾ മലയാളികൾ കണ്ട് ശീലമില്ലാത്ത ബോഡി മൂവ്മെൻറ്റുകളും സൗണ്ടിൻ്റെ മോഡുലേഷനുകളും ഹാൻഡിൻ്റെ മൂവ്മെൻറ്റുകളും ഒക്കെ ഉള്ള നടൻ വന്ന് നിന്നപ്പോൾ പ്രേക്ഷകന് മനസ്സിലായില്ല അയാളെ. അത് ഏതാണ്ട് ഇൻ്റർവെൽ വരെയും ആ സർപ്രൈസ് കൊണ്ടുപോകുക എന്നുള്ളത് ഇൻ്റർവെൽ വരെ ഉള്ളൂ ആ സർപ്രൈസ്. അല്ലെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഷോ വരെ ഉള്ളൂ ആ സർപ്രൈസ്. പക്ഷേ എന്നാൽ പോലും ആ ഇൻ്റർവെൽ വരെയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെ ആ കാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇത് എങ്ങനെ ഈ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ആഹ് എങ്ങനെയാണ് ആളുകൾക്ക് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക, കിക്ക് കൊടുക്കാൻ പറ്റുക? അതിന് ആ ഗെയിം പ്ലാൻ്റെ ഭാഗമാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് ഭ്രാന്തുകൾ. ഇപ്പോൾ സിനിമാ സംവിധായകൻ്റെ കല എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സിനിമ ഇറങ്ങുന്നത് വരെ അതിൻ്റെ കൂടെ തന്നെയല്ല സഞ്ചരിക്കാം. ഇപ്പം ഞാൻ പറയാം, മാർക്കറ്റിംഗ് ഓപ്പറേഷൻ ജാ ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഒരു ലാലേട്ടൻ്റെ ഒരു മോഹൻലാൽ സിനിമയുടേതായിട്ടുള്ള ഒരു പബ്ലിസിറ്റി അല്ലായിരുന്നു അതിന്. ഇപ്പോൾ ഓപ്പറേഷൻ ജാവയുടെ ഒരു രീതി ആയിരുന്നില്ല സൗദി വെള്ളക്കയുടെ ഒരു മാർക്കറ്റിംഗ് ഇത്. തുടരും എന്ന് പറയുന്നത് ഒരു ഒരു ലാലേട്ടൻ്റെ പടത്തിൻ്റെ ഇങ്ങനെ പൊങ്ങച്ച ഒന്നുമില്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് വന്നു. അപ്പോൾ എന്താണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് നോക്കുന്നത്? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ പറയും നമ്മൾ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു സിനിമ ആർട്ട് എന്നൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു പ്രൊഡക്റ്റായിട്ട് മാറും. എന്നെ ഇപ്പോൾ സംവിധായകനെ സംബന്ധിച്ചോളം അത് ആർട്ട് തന്നെയാണ്. പക്ഷേ ഒരു സ്റ്റേജിൽ ഇത് പ്രൊഡ്യൂസർ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് കാണുമ്പോൾ നമ്മളും അതിനൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തും. അപ്പോൾ പിന്നെ നമ്മളുടെ കലാമൂല്യമോ അല്ലെങ്കിൽ നമ്മുടെ കലയോ നമ്മുടെ മനസ്സോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് അതിനൊരു പ്രോഡക്റ്റായിട്ട് മാത്രം കാണുന്ന ഒരു സാഹചര്യം എത്തും. ഓപ്പറേഷൻ ജാവ അങ്ങനെയാണ്. ഓപ്പറേഷൻ ജാവ എന്ന് പറയുമ്പോൾ നമ്മൾ കോവിഡ് സമയങ്ങളിൽ ഇരുന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എത്തി അത് പ്രോഡക്റ്റായിട്ട് കണ്ടു. ഇനി ഇതിനെ 4 ആളുകളുടെ അടുക്കൽ എത്തിക്കണം. അതൊരു കോവിഡ് സമയമാണ്. ആളുകൾ തിയേറ്ററിൽ വരാൻ മടിക്കുന്ന സമയമാണ്. 50% ഒക്യുപ്പൻസിയിൽ മാത്രം നൈറ്റ് ഷോകളില്ലാത്ത ഒരു കാലത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. അപ്പോൾ പിന്നെ ഒരു കൂട്ടം പുതിയ ആളുകളാണ്. ഇപ്പം ഒക്കെയാണ് അതിനകത്ത് ഇർഷാദക്കയും ബിനുവും അലക്സാണ്ടർ പ്രശാന്തും ഒക്കെയാണ് വിനായകൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാമിയോ റോളിനപ്പുറത്തേക്ക് അതിൽ അങ്ങനെ പ്രേക്ഷകന് വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാവുന്ന ആരുമില്ല. അപ്പോൾ അതിലേക്കൊരു ബ്രാൻഡിങ് ആവശ്യമാണ്. അപ്പം ജാവ എന്ന് പറയുന്നൊരു നമ്മൾ അന്നും തീരുമാനിച്ചു. ഈ സിനിമ എന്താണ് സംസാരിക്കേണ്ടത്? എടാ ഒരു ജാവ കാണാൻ പോവാം. ജാവ കാണാൻ പോവാം. ആ ജാവ എന്ന് പറയുന്ന ടേമാണ് നമുക്ക് ആളുകളുടെ ഉള്ളിലേക്ക് കുത്തി കേറ്റേണ്ടത്. അപ്പം അതിന് കുറച്ചും കൂടി അഗ്രഷനുള്ള മാർക്കറ്റിംഗ്. നമ്മൾ എല്ലാ കണ്ടന്റുകളിലും ഒരു ഡയറക്ടറിന്റെ പേരിനേക്കാളും പ്രൊഡ്യൂസറിന്റെ പേരിനേക്കാളും നമ്മൾ ആ ഓപ്പറേഷൻ ജാവ എന്നുള്ളതിന് വലിപ്പം വെപ്പിച്ച് തന്നെ ആളുകളുടെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് തുടങ്ങി. നമ്മൾ കോവിഡ് സമയത്ത് മറ്റ് സിനിമാ ആളുകളൊക്കെ പിന്നോട്ട് നിന്ന സമയത്തും നമ്മൾ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന പോസ്റ്റേഴ്സും കണ്ടന്റുകളും പുറത്ത് വിട്ടുകൊണ്ടിരുന്നു. അപ്പം മറ്റെല്ലാവരും സൈലൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വയലൻ്റ് ആയപ്പോഴത്തേക്കും ആളുകൾ വെറുപ്പോടുകൂടി ഇത് എന്തൊരു ശല്യമാണെന്നുള്ള രീതിയിലെങ്കിലും ജാവനെ ഒന്ന് നോട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഒരു പരിധി വരെ ജാവ പോലത്തെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് പ്രേക്ഷകൻ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ പോസ്റ്റേഴ്സിനാണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരാളെ മാത്രം വെച്ചൊരു പോസ്റ്ററും ചെയ്തില്ല. അതൊരു ഒരു കൂട്ടായ്മയുടെ പോസ്റ്റർ, ഒരു കൂട്ടത്തിൻ്റെ പോസ്റ്റർ പോലെ. അപ്പം വിങ്ങർ ചാരി നിൽക്കുന്ന പോസ്റ്റർ ആണെങ്കിലും അങ്ങനെ എല്ലാത്തിലും നമ്മളൊരു കൂട്ടായ്മ കൊണ്ടുവരാൻ നോക്കി. അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ ആളുകൾക്ക് രസമുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് കാണണമെന്ന് തോന്നിക്കുന്ന രീതിയിൽ മാറ്റിയതോടുകൂടി ജാവയുടെ വിധി പിന്നീട് ഇതൊക്കെ ഫസ്റ്റ് ഡേ വരെ ഉള്ളൂ. ഇതൊക്കെ ആദ്യ ദിവസത്തെ പ്രേക്ഷകനെ കൊണ്ടുവരാനുള്ളതാണ് ഈ ശ്രമങ്ങളെല്ലാം. ഫസ്റ്റ് ഡേ ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് മൗത്ത് പബ്ലിസിറ്റിയിൽ പറയുന്നതാണ് പിന്നീടുള്ള സിനിമ. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ തന്നെ എന്ത് റിവ്യൂ പറഞ്ഞ് കൊല്ലാൻ നോക്കിയിട്ടോ കാര്യമില്ല. ഈ പറയുന്ന പോലെ ആ മൊമെന്റിൽ നിന്നാണ് സിനിമ മാറി തുടങ്ങുന്നത്. ഇപ്പൊ സൗദി വിളക്ക് ഒരിക്കലും അങ്ങനെ ഒരു അഗ്രഷൻ വേണ്ട സിനിമയല്ല. അല്ല ഞാൻ ചോദിക്കാൻ പോരുന്നത് സൗദി വെള്ളയ്ക്ക് പേരിൽ തന്നെ അങ്ങനെ ഒരു സൗദി വെള്ളക്ക് കഴിയുമ്പോൾ സൗദി വെള്ളക്കയുടെ ഒരു ഇപ്പം ഓപ്പറേഷൻ ജാവയ്ക്ക് ശേഷം തരുൺമൂർത്തിയും ടീമും ചെയ്യുന്ന സിനിമ എന്നുള്ളതായിരുന്നു അതിൻ്റെ ആദ്യത്തെ കൗതുകം. അതിന് അപ്പുറത്തേക്ക് വേറെ മറ്റ് ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിലേക്ക് ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്ന എലിമെൻറ്റുകളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിനെ ഒരു നല്ല സിനിമ കാണുക എന്നുള്ള രീതിയിൽ വളരെ സൈലൻ്റായിട്ട് ഒരു ഓവർ അഗ്രഷനൊന്നും ഇല്ലാണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും രസമുള്ളതെന്ന് വെച്ചാൽ അന്ന് സൗദി വെള്ളയ്ക്ക് വേണ്ടി ഇറങ്ങിയ പോസ്റ്ററുകളെല്ലാം ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫേസിനേക്കാൾ ഉപരിയായിട്ട് ഒരു മഞ്ഞ കളർ
പോസ്റ്ററിൽ ഒരു 6 ഷീറ്റിൻ്റെ അകത്ത് സൗദി വെള്ളയ്ക്ക എന്ന് മാത്രം എഴുതിയിട്ടുള്ള പോസ്റ്ററുകളാണ് അന്ന് ആദ്യ സമയം. അപ്പം അത് കാണുമ്പോൾ ആളുകൾ ഉള്ളിലേക്ക് ആ പേര് രജിസ്റ്റർ ചെയ്യുകയും അത് പിന്നീട് കാണാൻ തോന്നിപ്പിക്കുക. അതാണ് സൗദി വെള്ളയ്ക്കയിൽ ശീലിച്ച അത് പിന്നെ നമ്മൾ ഉമ്മ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ നമ്മൾ ഒരു പ്രൊമോഷനിലും കൊണ്ടുവന്നില്ല. തുടക്കം സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം കാണാമെന്ന് പറയുന്നൊരു ഒരു സർപ്രൈസ് എലിമെന്റ് പോലെ വെച്ച് സിനിമ കണ്ടപ്പോൾ ആ ഉമ്മ ആളുകൾക്കൊരു കൗതുകമായിട്ട് മാറി. പിന്നെ ആ ഉമ്മയുടെ പിന്നാലെ പോയി. പിന്നെ ആ സിനിമ കഴിഞ്ഞതിന് ശേഷവും ആളുകൾക്ക് സംസാരിക്കാൻ കുറച്ച് കോണ്ടന്റുകൾ വേണമായിരുന്നു. അങ്ങനെ ഉമ്മേനെ മാറ്റി. ഇപ്പം അതിൽ നിന്ന് മാറിയാണ് തുടരും വരുന്നത്. തുടരും എന്ന് പറയുന്ന സിനിമയ്ക്കൊരു ഒരു പ്രമോഷൻ വേണ്ടാന്നറിയാം. കാരണം ഒരു ഒരു മോഹൻലാൽ സിനിമയാണ്. മോഹൻലാൽ നമ്മുടെ കൂടെ ഉള്ളത്തോളം എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യണ സമയത്ത് ഒരു മഴ പെയ്തിരിക്കുന്ന സമയത്ത് ഞാനും ശോഭന മാമും ലാൽ സാറും കൂടി ഒരു റൂമിൻ്റെ അകത്തിരുന്ന് ഞങ്ങളുടെ ആർട്ട് കാര്യങ്ങളും കഥകളിയും ഡാൻസും നാട്യശാസ്ത്രവും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കെ ശോഭന മാം ചോദിച്ചു, ടെൻഷനുണ്ടോ ഈ സിനിമ ആളുകളുടെ മുന്നിലോട്ട് എത്തിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് മാം. കാരണം ഒരു ലാൽ സാർ പ്രോജക്റ്റല്ലേ. അപ്പം ശോഭന മാം പറഞ്ഞു, തരുൺ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ലാൽ സാറിൻ്റെ അപ്പുറത്തെ തോളിൽ കയറി തരുൺ ഇരിക്കുക, ഇപ്പുറത്തെ തോളിൽ കയറി ഞാനിരിക്കുക. ലാൽ സാർ എന്ന് പറയുന്ന ആൾ നമ്മളെയും കൊണ്ട് പോയിക്കോളും. അത് നമ്മൾ തോളത്തിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഭാരം കൊടുക്കാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഭയങ്കര തിരിച്ചറിവാണ്. ചെറിയ വാചകങ്ങളാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ മൂമെൻറ്റിൽ നിന്നാണ് ഈ സിനിമ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വാക്കാണ് സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞ വാക്ക്. ഞാൻ തുടരും ഇറങ്ങുന്ന സമയം മുതൽ തന്നെ എൻ്റെ കൂടെയുള്ള ഡയറക്ഷൻ ടീമാണ് ഈ സ്ലീപ്പർ സെൽ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്. ചേട്ടാ സ്ലീപ്പർ സെൽസിനാണ് ഇറക്കേണ്ടത്, സ്ലീപ്പർ സെൽസിനാണ് ഇറക്കേണ്ടത്. അപ്പോൾ ഈ സ്ലീപ്പർ സെൽ എന്ന് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ ഒരുപാട് നാളുകളായിട്ട് സിനിമയൊന്നും കാണാൻ ഇരിക്കുന്ന നല്ലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇറങ്ങുക എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആ, അ- വെറുപ്പോ വിദ്വേഷമോ ദേഷ്യങ്ങളോ പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഒരു വലിയ വിഭാഗം ഉണ്ടല്ലോ. അപ്പം ആ മനുഷ്യരെയാണ് തിയേറ്ററിൽ കൊണ്ടുവരേണ്ടതെന്നൊരു കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്ലീപ്പർ സെൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. സ്ലീപ്പർ സെൽ എന്ന് പറയുന്ന ആളുകളെ എന്താണെന്ന് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു. ഈ സ്ലീപ്പർ സെൽ വരണമെങ്കിൽ ലാൽ സാർ മാത്രമല്ല അവിടെ വേണ്ടത്. അവിടെ ലാൽ സാറും ശോഭനയുമാണ് വേണ്ടത്. ലാൽ സാറും ശോഭന മാമിൻ്റെയും പോസ്റ്ററുകൾ മാത്രമേ നമ്മൾ വിട്ടുള്ളൂ. പുറത്തുണ്ട്. അപ്പോൾ ലാൽ സാർ ശോഭന പടം കാണാൻ പോകുന്നു. അവിടെ ഒരു തന്മൂർത്തി പടമൊന്നുമല്ല. അതൊരു മോഹൻലാൽ ശോഭനയും കൂടി വരുന്നൊരു പടം. അത് കാണാൻ പോണം എന്ന് പറയുന്ന വീട്ടിലിരിക്കുന്ന അമ്മാമ്മമാരും അപ്പൂപ്പന്മാരും എടാ എന്നെ കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ പിന്നെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്, ബിനു ഉണ്ട്, ഇർഷാദ് ഉണ്ട്, ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള പ്രകാശ് വർമ്മയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒരു ലാൽ സാറിൻ്റെ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഇമോഷണൽ ആക്ടർ എന്ന രീതിയിൽ സ്റ്റാർ എന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ സിനിമയും ഓരോ പ്രോഡക്റ്റുകളാണ്. ആ പ്രോഡക്റ്റുകളുടെ എങ്ങനെയാണ് ഓഡിയൻസിലേക്ക് എത്തേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് അത് സംവിധായകനും നിർമ്മാതാവും കൂടി ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. എനിക്ക് ഒരു പരിധിവരെയും ഒരു പരിധിയല്ല, അത് രജപുത്ര രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കും തുടരുവിനെ പറ്റി കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അല്ലാണ്ട് ഇനി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് ഫസ്റ്റ് ഡേ കളക്ഷൻ അല്ല തരുണേ ഞാൻ നോക്കുന്നത്. എനിക്ക് ഇൻ ടോട്ടൽ കഴിയുമ്പോൾ മലയാളികളുടെ മൊത്തം മനസ്സിലേക്ക് ഈ സിനിമ കയറ്റാൻ അതിനേക്കാൾ വലിയ കളക്ഷൻ എനിക്കില്ല എന്ന് ബോധ്യമുള്ളൊരു നിർമ്മാതാവ് കൂടെയുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹമാണ് സിനിമ ചെയ്യുന്ന സമയത്ത്. എനിക്കൊരു സംവിധായകനാകുമ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള ലെവലിൽ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ മേക്കിങ്ങിനെ കുറിച്ച് മാത്രമല്ല അതൊരു ഏരിയ കൂടിയുണ്ട്. ഭയങ്കര ഈഗോ ഉള്ളൊരു ഫീൽഡാണ് ശരിക്കും പറയാൻ. ഇതെങ്ങനെ ഡിപ്ലോമസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് അതെങ്ങനെയായിരിക്കും? അതൊന്ന് എനിക്ക് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. അല്ല, അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന പോലെ കുറച്ചും കൂടി ഈ കോളേജ് ലെക്ചറിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത് സിനിമ. അപ്പം എനിക്കൊരു 4 വർഷത്തെ കോളേജ് അധ്യാപകൻ എന്ന് പറയുന്ന ഇപ്പോൾ കലയും ക്രാഫ്റ്റും അല്ലെങ്കിൽ ഈ പറയുന്ന വായനയും തിരക്കഥയെ പറ്റിയുള്ള ഗ്രാഹ്യവും പിന്നെ ഒരു നല്ല പ്രേക്ഷകനും ഇത് ഞാൻ വിശ്വസിക്കുന്ന ഇത്രയും ക്വാളിറ്റികളാണ്. ഇതെല്ലാം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അല്ലെ വീട്ടിലെ സംസാരങ്ങളിൽ നിന്നും കണ്ട സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ വളർത്തിയ അച്ഛനമ്മ വളർത്തിയതിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ നിന്നുമൊക്കെ ഒരു ആർട്ടും ക്രാഫ്റ്റും കൾച്ചറും ഒക്കെ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ ബാധ്യതകളാണ് ഈ പറയുന്ന ഡിപ്ലോമസി അല്ലെങ്കിൽ ഈ പറയുന്ന ഈഗോ ഹാൻഡ്ലിങ്. ഇത് ആക്ച്വലി ഞാൻ ട്രെയിൻഡ് ആയത് ഒരു പക്ഷേ ഒരു കോളേജ് ജീവിതത്തിൽ നിന്നാണ്. ഞാനൊരു കോളേജ് പ്രൊഫസറായിട്ട് ഒരു സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുമുണ്ട് ഈ സീനിയോറിറ്റി, അവിടെയുമുണ്ട് ഈ പറയുന്ന കൂടെ നിൽക്കുന്ന ആളുകളുടെ കോംപ്ലക്സുകൾ. അപ്പം ഞാൻ
കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടെയുള്ളവരുടെ ഈഗോയെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഈഗോയെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എവിടെ തർക്കിക്കണം, എവിടെ തർക്കിക്കണ്ട, എവിടെ കാമാവണം, എവിടെ സംസാരിക്കണം എന്നുള്ള ബോധ്യം കോളേജ് ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഫോർമുലകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകനാകാൻ വന്നപ്പോൾ ഇവിടെയും ഉണ്ട്, ഈഗോസ് ഉണ്ട്, സീനിയോറിറ്റികളുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ചില സമയത്ത് ഈഗോകൾ അടിക്കാറുണ്ട്. അപ്പം അഡ് അപ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ സിനിമ എന്താണ്? ആ സിനിമയ്ക്ക് എന്താണ് കൊടുക്കുന്നത്? ഞാൻ എന്നേക്കാളും അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ആളുകളെക്കാളും എൻ്റെ കൂടെ നിൽക്കുന്ന ടീമിൻ്റെ ഈഗോകളെക്കാളും ഒക്കെ ഒക്കെ വലുതാണ് ആ സിനിമയുടെ ഈഗോ. അപ്പോൾ ആ സിനിമയുടെ ഈഗോനെ ഹേർട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോവുക. അപ്പം പേഴ്സണല്ല, അതിനേക്കാൾ എൻ്റെ പ്രൊഫഷനാണ് അവിടെ വലുത്. അപ്പം ഇതുണ്ട് ഈ സംവിധായകൻ. ഇപ്പം ഒരുപാട് ആളുകളുണ്ടാവും ഇതിൻ്റെ സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന. ഈ സംവിധായകനാകാൻ വേണ്ട ക്വാളിറ്റികളിൽ ഏറ്റവും വലിയ ചലഞ്ചുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു സെറ്റിലെ ഈഗോ കൺട്രോൾ ചെയ്യപ്പെടുക, കൂടെ ഉള്ളവൻ്റെ ഈഗോ കൺട്രോൾ ചെയ്യപ്പെടുക, ഉള്ളിൻ്റെ ഉള്ളിൽ ഈഗോ കൺട്രോൾ ചെയ്യപ്പെടുക, എവിടെ നിശബ്ദനാകുക, എവിടെ പൊട്ടിത്തെറിക്കുന്നവൻ മാത്രമല്ല സംവിധായകൻ. ഒച്ചയും ബഹളവും എടുത്ത ചില സമയത്ത് നിശബ്ദത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയങ്ങളിൽ നമ്മൾ ബഹളം വയ്ക്കുന്നത്. സ്കിപ്പായി കളയും. ചില സമയങ്ങൾ ആ സ്കിപ്പ് ആകുന്നതാണ് നല്ലത്. അപ്പം എന്നിട്ട് പക്ഷേ എന്ത് സംഭവിച്ചു, അതിൻ്റെ സത്യം എന്താണ്, അവിടെ എന്താണ് നടന്നത്, അതിനെപ്പറ്റിയുള്ള ബോധ്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു സംവിധാനം വേണം. പക്ഷേ വലിയ പാടാണ്. ഒരു നടൻ എന്ന നിലയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ബിഹേവ് ചെയ്യേ വേണ്ട, അഭിനയിക്കേ വേണ്ട സിനിമയിൽ? എപ്പോഴും ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് ഈ ബിഹേവിങ്ങും അഭിനയം എന്നുള്ളത്. ആക്ടിങ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് പല ആക്ടേഴ്സും ഇന്നിപ്പോൾ അവനവനെ തന്നെയാണ് കഥാപാത്രങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. എന്താണോ ഞാൻ എങ്ങനെയാണെന്ന് നമ്മളങ്ങോട്ട് കഥാപാത്രത്തിൽ കൊടുക്കുവാണ്. അത് നമുക്ക് ഒരു സിനിമയിൽ ഓക്കെ. ഒരു സിനിമയിൽ കാണുമ്പോൾ അതൊരു പ്രേക്ഷകന് പുതുമയായിരിക്കും. കൊള്ളാലോ, ഒരു പുതിയ താളമോ ഒക്കെ ഉള്ള നടന്നുള്ള രീതിയിൽ ഓക്കെ. രണ്ടാമത്തെ സിനിമയിലും അയാളത് അപ്ലൈ ചെയ്യുമ്പോൾ ആവർത്തന വിരസതയായി, ഇയാൾക്കിത് മാത്രം അറിയാവുള്ളൂ എന്നായി. അപ്പം അത് ഇന്നത്തെ ആക്ടേഴ്സിൻ്റെ ഒരു എളുപ്പപ്പണി പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്ത ഓരോ കഥാപാത്രങ്ങളും ഓരോന്ന് പോലെ ഇരിക്കണം. ഓരോ കഥാപാത്രങ്ങൾക്കും ഇപ്പം വീണ്ടും നമ്മൾ പറയുന്നത് ജോർജ് സാറിനെ തന്നെയാണ്. അപ്പം ജോർജ് സാറിൻ്റെ ഈ ക്യാരക്ടറൈസേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരിക്കലും പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ആക്ടർ അങ്ങനെയല്ല. അല്ലെങ്കിൽ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ മനുഷ്യൻ അങ്ങനെയല്ല. പ്രകാശ് വർമ്മയുടെ ആറ്റിറ്റ്യൂഡോ പരിപാടിയോ, പുള്ളി ഡെയിലി ലൈഫുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളിൽ നിന്ന് മാറി ഒരിക്കലും ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ പോലും യൂസ് ചെയ്യാത്ത ഒരു ഒരു കഥാപാത്രമായിട്ട് മാറിയാണ് ജോർജ് സാർ വന്നിരിക്കുന്നത്. ഇപ്പം ഇപ്പം ശോഭന മാമിനോട് സംസാരിക്കുമ്പോൾ ശോഭന മാമിൻ്റെ ഒരിക്കലും വീട്ടിൽ അങ്ങനെ അടുക്കളയിൽ അങ്ങനത്തെ ജോലികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പൊടിമില്ലിൻ്റെ കാര്യങ്ങളോ ഒന്നും ചെയ്ത് പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല. ആ ലളിത എന്ന് പറഞ്ഞ ആൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരതിന് വേണ്ടി പ്രിപ്പയർ ആവുകയാണ്. ഞാൻ അത് പൊടിമില്ല് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അവിടെ സംസാരിക്കുന്നത്, അടുക്കളയിൽ എങ്ങനെയായിരിക്കും പെരുമാറേണ്ടതെന്നുള്ള. അപ്പം പലപ്പോഴും ബിഹേവിങ് എന്ന് പറയുമ്പം സ്വന്തം ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സ്വന്തം പേഴ്സണാലിറ്റി മറ്റൊരു ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി ആക്കി മാറ്റുന്നതിനോട് യോജിപ്പില്ല. അതാകരുത് ബിഹേവിങ്. ഇപ്പം നമ്മളൊരു കഥാപാത്രം, ഇപ്പം ഇക്കയ്ക്ക് ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തന്നു, ഒരു കഥാപാത്രം പറഞ്ഞു. ആദ്യം അത് ഇക്ക ഉള്ളിലേക്ക് എടുത്തു. ഇപ്പം മനസ്സുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാൽ പോലും ആദ്യം നമ്മുടെ ഉള്ളിലാണ് ആ കഥാപാത്രം കയറുന്നത്. ആ കഥാപാത്രം ഉള്ളിൽ കയറിയതിന് ശേഷമാണ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിനെ പറഞ്ഞ് പറ്റിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലൊരു കഥാപാത്രം കയറി. അപ്പം നമ്മുടെ ഉള്ളിൽ ഭയങ്കര ആനന്ദമാണെങ്കിൽ പോലും, ആസ് എ ആക്ടർ എന്ന രീതിയിൽ നമ്മൾ ഭയങ്കര സന്തോഷിക്കുന്ന നിമിഷമാണെങ്കിൽ പോലും, ആ കഥാപാത്രം സങ്കടപ്പെടുന്ന ആളാണെങ്കിൽ നമ്മൾ ബ്രെയിനോട് പറയുവാണ്, ബ്രെയിനെ ഞാനിപ്പം ആ കഥാപാത്രം കരയാൻ പോവുകയാണ്, നീ എനിക്കൊപ്പം കരഞ്ഞ്. ഇത് ബ്രെയിൻ കൃത്യമായിട്ട്, മനസ്സും ബ്രെയിനും തമ്മിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് നല്ല ആക്ടിങ് സംഭവിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സമയത്താണ് മോശം ആക്ടിങ് സംഭവിക്കുന്നത്. അപ്പം ബിഹേവിങ് പലപ്പോഴും ഈ ബ്രെയിനും മനസ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും അവനവനെ തന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അവനവനെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആക്ടിങ്ങിനോട് അത്ര എക്സൈറ്റ്മെൻറ്റുകളില്ല. കാരണം അത് ആവർത്തന വിരസതയായി അധികം നാൾ നീണ്ടുപോവില്ല. അതൊരു കുറച്ച് നാൾ കൊണ്ടത് ഇല്ലാണ്ടായി പോകും. മറ്റത് കാലാകാലങ്ങൾ നിലനിൽക്കും. അയാൾക്ക് കൊതിയെന്നും ഉണ്ടാവും പുതിയത് ചെയ്യാൻ, പുതിയ രീതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, പുതിയ പുതിയ ആർക്കുകൾ കണ്ടെത്താൻ. അയാൾ ഇങ്ങനെ സംസാരിക്കുമോ, അയാൾ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇന്നത്തെ ആക്ടേഴ്സിന് ചോദ്യങ്ങളില്ലല്ലോ. ആക്ടേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കണം. എന്താണ്, അതെങ്ങനെയാണ്, ഇങ്ങനെയാണ്. ആ ചോദ്യം ചോദിക്കുന്നിടത്തേ നല്ല നല്ല സംവിധാനവും നല്ല അഭിനയവും ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു തലമുറയെ വളർത്തുന്നുണ്ടോ
ഞാൻ ഞാനത് പറയാം. തരുണൻ ഇത്രയും ഇപ്പൊ ഹിറ്റ് മേക്കറാണ്, പുതിയ സിനിമകളുടെ തിരക്കുകളൊക്കെ ഉണ്ട്. എന്നിട്ടും തരുൺ പ്യൂപ്പ എന്ന് പറയുന്ന ആക്ടിങ് വർക്ക്ഷോപ്പുകൾ മാസത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ചില സമയങ്ങളിൽ ഫ്രീ ആവുന്നതനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ളൊരു എന്താണത്? അല്ല, ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ്. ഈ പറയുന്ന പോലെ ഞാൻ അവരോട് ആദ്യം പറയുന്നത് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. ഇപ്പം ഒരുപാട് ആളുകൾ നമ്മൾ അഭിനയിക്കാനായിട്ടൊക്കെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഇവർക്കൊക്കെ ഈ അഭിനയം എന്ന് പറയുന്ന ആർട്ടിനോടുള്ള കൊതിയല്ല പലരുടെയും. പലർക്കും ഈ ഒരു സിനിമ കയറുമ്പോൾ കിട്ടുന്ന എക്സ്പോഷർ, നാലാൾ അറിയുന്നു, നമ്മളെ കാണുമ്പോൾ സെൽഫികൾ എടുക്കുന്നു, നമുക്ക് കിട്ടാൻ പോകുന്ന ലൈക്ക്, റീച്ച്, ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കിടയിൽ കിട്ടുന്നൊരു ഒരു 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 എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു എക്സ്റ്റസി മൂമെന്റിന്റെ അപ്പുറത്തേക്ക് ആക്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് തന്നെയാണ്. ഇപ്പൊ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ആർട്ടാണ്, സംവിധാനം എന്ന് പറഞ്ഞ ആർട്ട്, അതുപോലെ തന്നെ ആക്ടർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരു ആർട്ട് വർക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ആർട്ട് വർക്കിന്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന നമ്മൾ ഇപ്പം നമ്മൾ ഇപ്പം നവരസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശൃംഗാരമുണ്ട്, അല്ലെങ്കിൽ രൗദ്രമുണ്ട്. ഇതൊക്കെ നമുക്ക് പുറം മോടിയിലേ കാണിക്കാം. ഇത് നമ്മൾ ചുണ്ടുകളിൽ ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് മനസ്സിലാകണം അയാളിപ്പം ചിരിക്കുകയാണെന്ന്. അപ്പോഴാണ് ആ ഇമോഷൻ കണക്ട് ആവുന്നത്. അല്ലാതെ നമ്മൾ ചുണ്ടിങ്ങനെ മാത്രം വലിച്ചു പിടിച്ചാൽ ശൃംഗാരം ഒരിക്കലും ആവില്ല. അല്ലെങ്കിൽ കണ്ണ് ഈ രൗദ്രം എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിങ്ങനെ കൂർപ്പിച്ച് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രൗദ്രമാണെന്ന് തോന്നണമെങ്കിൽ അത് ബ്രെയിനിലേക്ക് എത്തണം. അപ്പം അങ്ങനെയുള്ള പ്രോസസ്സുകൾ പറയാൻ വേണ്ടിയിട്ടും ഈ അങ്ങനെയാണ് ആക്ടറിനെ ഡയറക്ടർ നോക്കുന്നത്. സിനിമ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആക്ടർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, ഒരു ആർട്ട് ഫോം ആണെന്ന് എൻ്റെ അടുക്കയിൽ വരുന്ന ആളുകളോട് ഉറച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്യൂപ്പ പോലത്തെ ആക്ടേഴ്സ്. അഭിനയം പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് അല്ലേ? അഭിനയം ഒരിക്കലും പഠിപ്പിക്കാൻ പഠിപ്പിക്കല്ല ഞാൻ പറ്റില്ല. പറയുന്നതല്ല. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഇഷ്ടമാണ്. അതൊരു പരിധി വരെയും എൻ്റെ റൈറ്റിങ്ങിനെയും എന്നിലെ നടനെയും എന്നിലെ ആർട്ടിസ്റ്റിനെയും എന്നിലെ മനുഷ്യനെയും ഒക്കെ അത് സ്വയം നവീകരിക്കുന്നുണ്ട്. നവീകരിക്കണം. അത് ആ പ്രോസസ്സ് വേണം. നമ്മളൊരു ബബിളിൻ്റെ അകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു സംവിധാനം തീർന്നു, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് തീർന്നു. ഇപ്പം നമ്മൾ സിനിമയിലാണ് ബബിളിൽ പെട്ടുപോകാൻ ഏറ്റവും എളുപ്പം. നമുക്കൊരു സക്സസ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാലാളുകളുടെ അറ്റൻഷൻസോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ബബിളിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. ഈ ബബിളിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിയുമ്പോൾ പിന്നെ അവർ പറയുന്നത്, ഈ ബബിളിൻ്റെ ഉള്ളിൽ പെടുന്ന ആളുകൾ പറയുന്നത് മാത്രമായി ജീവിതം, അവർ പറയുന്നത് മാത്രമായി ഇമോഷൻസ്, അവർ പറയുന്നത് മാത്രമായി കഥകൾ, അവർ പറയുന്നത് മാത്രമായി നറേറ്റീവ്സ്. അപ്പോൾ ഈ ബബിളിൽ നിന്ന് എന്ന് പൊട്ടുന്നുവോ, ബബിളിൽ പെടാണ്ട് പോകുന്നുവോ അത്രത്തോളം ഒരു കലാകാരൻ നിലനിൽക്കും. ബബിളിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെന്ന് മറ്റേ പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് പെടും. അപ്പോൾ ആ ബബിളിൽ പെടാണ്ടിരിക്കാനുള്ള എൻ്റെ ബോധപൂർവമായ ശ്രമം കൂടിയാണ് പ്യൂപ്പ. നമുക്കിപ്പോൾ ഇൻട്രാക്ഷനും കൂടി ഉണ്ടാവില്ല, കുട്ടികളെ ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അവർക്ക് കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, 50 വർഷം കഴിഞ്ഞാലും മലയാള സിനിമയിൽ നിൽക്കുമെന്ന് തോന്നുന്ന ഒരു 5 സിനിമകളുടെ പേരെന്ന്. മലയാള സിനിമകളുടെ ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് തരുണിന്റെ പേഴ്സണലും കൂടി ആവാം. ചെമ്മീൻ ഉറപ്പായിട്ടും നമുക്ക് ഒരുപാട് വട്ടം കണ്ടതാണെങ്കിൽ ഇപ്പം കാണുമ്പോഴും നമ്മൾ കുറച്ച് നേരം അതിൻ്റെ മ്യൂസിക്കിനെ പറ്റിയും അതിൻ്റെ ആക്ടേഴ്സിൻ്റെ മിനിമലിസ്റ്റിക് ആയിട്ട് ആക്ടിങ്ങിനെ പറ്റി, അതിൻ്റെ അത് പളനി എന്ന് പറഞ്ഞ ആക്ടറിനൊക്കെ ഇപ്പം ശ്രദ്ധിക്കും. പണ്ട് നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പം നമ്മൾ ശ്രമിക്കും, സത്യൻ സാർ ചെയ്തിങ്ങനെ ക്യാരക്ടറിൻ്റെ ഡയലോഗൊക്കെ ഭയങ്കര മിനിമലാണ്. ഇന്നിപ്പോൾ ആക്ടേഴ്സ് ഡയലോഗ് എവിടെ, എനിക്ക് ഡയലോഗ് ഇല്ല എന്ന് ചോദിക്കുന്നതെന്ന് സത്യൻ സാറിനെ പോലെ ആക്ടർ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഇൻ മലയാളം എന്ന് പറയുന്ന പളനി എന്ന് പറഞ്ഞ ക്യാരക്ടർ വെച്ചുള്ള ചെമ്മീൻ കാലാകാലങ്ങൾ, അത് 100 വർഷം കഴിഞ്ഞാലും നിലനിൽക്കുന്ന സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മണിച്ചിത്രത്താഴ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അതിന് ഭയങ്കരമായ പുതുമയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാലാപ്പാനി അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനിയും കണ്ടാലും അതിൻ്റെ 50 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം കണ്ടാലും അതൊരു പുതിയ സിനിമ പോലെ തന്നെ നിൽക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ കാഴ്ച എന്ന് പറയുന്ന സിനിമയുണ്ട്. ദശരഥമുണ്ട്. ലാലേട്ടൻ്റെ ദശരഥം അങ്ങനത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ദശരഥത്തെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പോൾ ഒരു മലയാള സിനിമയുടെ മാറ്റം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ട്രാഫിക്. രാജേഷ് പിള്ളയുടെ ട്രാഫിക് ആണ് ഒരു കാലാകാലങ്ങളിലൂടെ വന്നൊരു സിനിമയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായി. പക്ഷേ പിന്നീട് എപ്പോഴോ ആരൊക്കെയോ പറയാൻ മടിക്കുന്നതോ പറയാൻ പിന്നോട്ട് പോകുന്നതായ ഒരു സിനിമയാണ് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ രാജേഷ് പിള്ള ഉണ്ടാക്കിയ ഒരു പാത്തിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന നവ സിനിമകളൊക്കെ ഉണ്ടായി വന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 50 വർഷം കഴിഞ്ഞാലും ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ സംസാരിക്കപ്പെടേണ്ട സിനിമ തന്നെയാണ്. കാഴ്ച ഞാൻ പറഞ്ഞു വിചാരിക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു പോകും. അതുകൊണ്ട് കുറച്ച് നേരം അവർക്ക് കൂടി കൊടുക്കാവുന്ന രീതിയിൽ 10 മിനിറ്റ് അവർക്ക് കൊടുക്കണ്ടേ എന്തായാലും. അപ്പം അങ്ങനെ അല്ലേ? Hi, sir.
സാറ് പറഞ്ഞായിരുന്നു ചില എലമെൻറ്റ്സ് അതായത് ഒരു സിനിമയിലെ തിരക്കഥ എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് കുറേ എലമെൻറ്റ്സ് അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഷാജിയുടെ ക്യാരക്ടറാണെങ്കിലും. അപ്പോൾ ഇത് ഒരു പ്രൊഡക്ഷനിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സെറ്റിലെത്തുമ്പോൾ ഈ എലമെൻറ്റ്സ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് ഈ എലമെൻറ്റ്സിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ചാലഞ്ച് തോന്നിയിട്ടുണ്ടോ? അല്ല, സെറ്റിലെത്തുമ്പോൾ അന്ന് രാവിലെ വന്ന് ഈ മുറുക്കാൻ വേണം, കാറ് വേണം എന്നല്ല പറയുന്നത്. നമുക്ക് നമ്മളൊരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നുണ്ടല്ലോ. പലപ്പോഴും പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയപ്പെടുന്നത് തിരക്കഥാരചന മാത്രമാണ് പ്രീ പ്രൊഡക്ഷൻ. അല്ല. ആ തിരക്കഥാരചന കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ടീമിനോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആക്ടറിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആ യാത്രകളുണ്ട്. സംവിധായകൻ്റെ ഒരുക്കമുണ്ട്. ആ ഒരുക്കത്തിലൊക്കെ നമ്മൾ നമ്മളോട് തന്നെ കണ്ടെത്തുന്ന ചില നമ്മളോട് തമ്മിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ചില പോയിന്റുകളാണ് ഈ പറയുന്ന ഷാജീനെ പോലത്തുള്ള ക്യാരക്ടറിൻ്റെയൊക്കെ ആർക്കുകൾ. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് അത് ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകരുത്. കാരണം ഒരു നല്ല സംവിധായകനാകുന്ന നിർമ്മാതാവിൻ്റെ അടുക്കൽ ആൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ല രാവിലെ വന്ന് നിന്നിട്ട് അതെവിടെ ഇതെവിടെ എനിക്കിത് വേണം ഇപ്പം എനിക്കിങ്ങനെ തോന്നിയെന്ന് പറയേണ്ടത് കാര്യമില്ല. അപ്പോഴേ അതൊരു പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവുകയുള്ളൂ. അപ്പം ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് നാളെ ഇന്നലെ രാത്രിയിലെങ്കിലും ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നാളെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനെപ്പറ്റി കൃത്യമായൊരു ക്ലാരിറ്റി ഇന്ന് രാത്രിയിലെങ്കിലും ഞാൻ പ്രൊഡക്ഷന് കൊടുത്തിരിക്കും. എങ്കിലേ അത് അവർക്കനുസരിച്ച് പ്ലാനാകാൻ പറ്റുള്ളൂ. ഹായ് സാർ, എൻ്റെ പേര് സഞ്ജയ്. ഞാൻ സാറിന് വലിയൊരു ആരാധകനാണ്. കാരണം സാറ് ആരെ അസിസ്റ്റ് ചെയ്യാണ്ട്, അസോസിയേറ്റ് ചെയ്യാണ്ട് സ്വന്തമായിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. അതിന് സാറിന് ബിഗ് താങ്ക് യു. സല്യൂട്ട്. താങ്ക് യു. കാരണം താങ്ക് യു. ഞങ്ങളെപ്പോലുള്ള പുതിയ ഫിലിം മേക്കേഴ്സിന് സാറിന് വലിയൊരു പ്രചോദനമാണ്. സാർ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതുതായിട്ട് ഡയറക്ഷൻ ചെയ്യാൻ വരുന്ന ഫിലിം മേക്കറിന് എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്? അതായത് അവന് എന്താണ് സ്കില്ല് വേണ്ടത്? എങ്ങനെയാണ് ഒരു നല്ലൊരു ഡയറക്ടറിന് വേണ്ട ഒരു ക്വാളിറ്റി? അതിലുപരി ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് അപ്രോച്ച് ചെയ്യേണ്ടത്? എന്താണ് അതിന് വേണ്ട ഒരു ടിപ്സോ എന്തെങ്കിലും സജഷനോ സാറിന് പറയാനുണ്ടോ? ഏറ്റവും ആദ്യമാണ് നല്ല കോമൺ സെൻസ് ആണ്. ഈ പറയുന്ന പോലെ സിനിമയിലാണെങ്കിലും പ്രേക്ഷകനായിട്ടാണെങ്കിലും ഒരു ടെക്നീഷ്യനായിട്ടാണെങ്കിലും ഒരു മനുഷ്യനായിട്ടാണെങ്കിലും കോമൺ സെൻസ് ആണ് ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ എന്ത് എവിടെ എങ്ങനെ പറയണം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ബാക്കിയൊക്കെ നമുക്ക് സെറ്റിലുണ്ട്. നമുക്കൊരു നല്ല സിനിമാറ്റോഗ്രാഫറും നല്ല മ്യൂസിക്കൽ ഡയറക്ടറും അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനറും എഡിറ്ററും ഒക്കെ നമുക്ക് അവരൊക്കെ ടെക്നീഷ്യൻസ് അല്ല, അവരൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്നുള്ളൊരു ബോധ്യം കൂടി അതായത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പലപ്പോഴും എല്ലാവരും ഇൻജെക്റ്റ് ചെയ്ത് തരുന്നത്. പണിയെടുപ്പിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും ബെസ്റ്റ് ആർട്ട് കൊണ്ടുവരിക, അവരിൽ നിന്ന് അവരുടെ ഏറ്റവും നല്ല ആർട്ട് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക സംവിധായക നിലയിൽ. പിന്നെ ഏറ്റവും ആവശ്യമെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രേക്ഷകനാകുക. ഈ പറയുന്ന പോലെ ഓരോ സീനുകൾ വായിക്കുമ്പോഴും ഓരോ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ തിരക്കഥ വായിച്ചു നിർത്തുമ്പോഴും സംവിധായകനേക്കാൾ ഉപരി തന്നിലെ പ്രേക്ഷകൻ കൂടി ഹാപ്പി ആണോ എന്ന് ചിന്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റിയും കൂടി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നിർമ്മാതാവിന് ഇപ്പം നിർമ്മാതാവാണോ ആക്ടറാണോ ആദ്യം വരേണ്ടത്? ആക്ടർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർമ്മാതാവ് ഓട്ടോമാറ്റിക്കലി വരുമോ? നിർമ്മാതാവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു കൃത്യമായ ക്ലാരിറ്റി ഇല്ല. പക്ഷേ നിർമ്മാതാവിന് കൊടുക്കേണ്ട ബോധ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന സിനിമ എന്താണ് എന്ന് കൃത്യമായിട്ട് ആ മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അത് നമുക്ക് കിട്ടുന്ന സ്പേസുകളിൽ, നമുക്ക് കിട്ടുന്ന നറേറ്റീവുകളിൽ, നമുക്ക് കിട്ടുന്ന പ്രസൻറ്റേഷനുകളിലെല്ലാം എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കും ചേട്ടാ. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാ നിർമ്മാതാക്കളുടെ അടുക്കലും ഒരു സിനിമയുടെ 3-4 സ്റ്റേജുകളിൽ അവർക്ക് സോട്ട് അനാലിസിസ് കൊടുക്കും. ഈ സിനിമയ്ക്ക് സ്ട്രെങ്ത് ഇത്രയൊക്കെ ഉണ്ട് ചേട്ടാ, ഈ സിനിമയ്ക്ക് വീക്ക്നെസ് ഇങ്ങനെ, ഓപ്പർച്യൂണിറ്റി നമ്മളിതൊക്കെ പേടിക്കണം. അത് തിരക്കഥ കഴിയുന്ന സമയത്ത് കൊടുക്കും. അല്ലെങ്കിൽ ഏറ്റവും ഫൈനൽ ഡ്രാഫ്റ്റ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുന്നേ നമ്മൾ ആ ഷോട്ട് വെച്ചിട്ട് തിരക്കഥ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഷോട്ട് അനാലിസിസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള ഷോട്ട് വീണ്ടും കൊടുക്കും. സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഡബ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഫസ്റ്റ് കോപ്പി എന്ന് പറയല്ല, സൗണ്ട് ഡിസൈനർക്ക് മ്യൂസിക്കിനും കൊടുക്കുന്നതിന് മുന്നേ ഒരു ഷോട്ട് അനാലിസിസ് നടത്തും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഫസ്റ്റ് കോപ്പി ആയതിനു ശേഷം അപ്പോൾ ഈ സോട്ട് അനാലിസിസിൽ നിന്നൊക്കെയാണ് നിർമ്മാതാവിന് എന്ത് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം, എന്ത് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാകും. സോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ആളുകളാണ് അറിയാം. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. അപ്പം ഒരിക്കലും ഓപ്പറേഷൻ ജാവയുടെ സോട്ടല്ല സൗദി വെള്ളക്കയുടെ സോട്ടല്ല തുടരുമിൻ്റെത്. അപ്പം ആ സോട്ട് അനാലിസിസ് എപ്പോഴും ഒരുപോലെ ഇരിക്കുകയില്ല. ഇപ്പം തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ സോട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ അതിന് മുമ്പിറങ്ങിയ സിനിമകളും ആ സിനിമയുടെ പ്രേക്ഷകൻ്റെ അന്നേരത്തെ സാഹചര്യങ്ങളും ഒക്കെ അതിനെ അല്ലെങ്കിൽ ആ സമയത്തൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയറും ഒക്കെ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിന്ന്
നിർമ്മാതാവിനെ നമ്മൾ കൃത്യമായിട്ട് ഫീഡ് ചെയ്യണം. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. അല്ലാണ്ട് പൈസ അടിക്കുന്ന ഒരു യന്ത്രമായിട്ട് മാത്രം കാണാണ്ടിരിക്കുക. ഇതൊക്കെ ആണ് സാറ് പറയുന്നത്. എന്തുകൊണ്ടാ പിന്നെ അസിസ്റ്റ് ചെയ്യാൻ പോവായിരുന്നത്? ആരുടെയും കൂടെ അതങ്ങനെ അസിസ്റ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അസിസ്റ്റ് ചെയ്തത് വേറെ പല രീതികളിലാണ്. ഇപ്പം കോളേജ് അധ്യാപകനായിട്ട് നിന്നു. അതൊരു കൈൻഡ് ഓഫ് അസിസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നാടകങ്ങൾ കാണുക, സിനിമകൾ കാണുക എന്ന് പറയുന്നതൊക്കെ അസിസ്റ്റന്റ് ആണ്. നമ്മൾ പണി പഠിക്കുക എന്നുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സിനിമയുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്നെ ഒരുക്കുകയായിരുന്നു എൻ്റെ അസിസ്റ്റൻസ്. അപ്പം ഞാൻ സിനിമയിൽ എത്താണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ സിനിമയിലേക്ക് എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിയും പരിഭവവും പറഞ്ഞ് നടക്കുന്നൊരു ടൈം പീരീഡിൽ എല്ലാവരുടെയും. ആ ടൈം പീരീഡിൽ എല്ലാം ലേണിങ്ങുകളാണ്, എല്ലാം അൺലേണിങ്ങുകളാണ്. നമ്മൾ ചിലതൊക്കെ ആളുകളിൽ നിന്ന് സിനിമ കാണുമ്പോൾ, തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ അവിടെയും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. കാണുന്ന സമയത്ത് നമ്മൾ കൈയടിക്കുന്നതിനൊപ്പം തന്നെ ആ സിനിമയുടെ കുറവുകളും നല്ലതും തിരിച്ചറിയാനും കൂടി പറ്റണം. അപ്പോൾ അസിസ്റ്റ് ചെയ്തില്ല എന്ന് പറയും. ഞാൻ സിനിമയിൽ ഇല്ലാഞ്ഞത്രയും കാലങ്ങളോളം വേറെ വല്ല പ്രൊഫഷണലാണെങ്കിൽ പോലും ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒരുക്കുകയായിരുന്നു. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് അസിസ്റ്റന്റ് തന്നെയാണ്. താങ്ക് യു. Sir, hi, good evening. How are you? ഓൾ ഗുഡ് ഫൈൻ. താങ്ക് യു. So, sir, actually ഞാൻ എൻ്റെ അമ്മയുടെ ബിഹാഫാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. ഞാനാണ് ആദ്യം തുടരും കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അമ്മയും അച്ഛനുമായിട്ട് സിനിമ കാണാൻ പോയത്. സിനിമ കണ്ടിട്ട് എൻ്റെ അമ്മ ചോദിച്ചൊരു കാര്യം, എന്തുകൊണ്ട് ലളിത എന്ന കഥാപാത്രം ജോർജ് സാറിനെ കൊന്നില്ല? അവരൊരു ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന ലെവലിലുള്ള ഒരു കഥാപാത്രം അല്ല. അവർ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. തൻ്റെ മകനെ കൊന്ന, തൻ്റെ മകളെയും തന്നെയും ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഉപദ്രവിച്ച ഒരുത്തനെ അങ്ങനെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്തുകൊണ്ട് അവരനുവദിച്ചു? അമ്മ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു തിരക്കഥാകൃത്തിന് അല്ലെങ്കിൽ ഒരു സംവിധായകന് ചെയ്യേണ്ടി വരുന്ന കോംപ്രമൈസുകളല്ലേ ഇതൊക്കെ. അതിലൂടെ ലളിത എന്ന കഥാപാത്രത്തിൻ്റെ ശക്തി ഇല്ലാതാവുകയല്ലേ ചെയ്തത്. സത്യത്തിൽ താങ്കൾ ഇന്നിവിടെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹോർത്തൂസിന് വന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഈ ചോദ്യമായിട്ട് താങ്കളുടെ മുന്നിലേക്ക് വന്നതാണ്. താങ്ക് യു. അമ്മയോട് തന്നെ അന്വേഷണം പറയുക. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്സോ അതിനേക്കാൾ ഉപരിയായിട്ട് എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനകത്ത് ലളിത ചെയ്യുമ്പോഴാണോ ബെൻസ് ചെയ്യുമ്പോഴാണോ, ഇപ്പം ലളിത അനുഭവിച്ചതിനേക്കാൾ വലിയ മാനസികമായ സംഘർഷങ്ങളും ടോർച്ചറിങ്ങുകളുമാണ് ബെൻസ് അനുഭവിച്ചെന്നാണ് എഴുത്തിൽ എനിക്ക് കിട്ടിയത്. ഞാനൊരു തിരക്കഥാകൃത്ത് കൂടിയാണ്, എൻ്റെ കോ റൈറ്ററും സുനിലും കൂടി ഉള്ളതുകൊണ്ട് എഴുത്തിൽ ലളിത അനുഭവിച്ച ഇമോഷനെ കുറച്ച് കാണുകയല്ല, അത് തെറ്റാന്ന് പറയുകയല്ല, പക്ഷേ അതിനേക്കാൾ ക്യാരക്ടർ ഡ്രിവൺ ചെയ്ത് ഇമോഷണലി പോയിട്ടുള്ളത് ബെൻസിൻ്റെ കഥാപാത്രമാണ് എഴുത്തിൽ. നമ്മൾ ആ കുറേ സമയങ്ങളിൽ ലളിത അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളോ ഇമോഷൻസോ ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷെ സിനിമയിൽ പ്രേക്ഷകൻ എന്ന രീതിയിൽ, സംവിധായകൻ എന്ന രീതിയിൽ, എഴുത്തുകാരൻ എന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് മൊത്തം ബെൻസിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ആ സിനിമയുടെ അവസാനം അങ്ങനെ എഴുതി തീർക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഒരാളുടെയും പ്രഷറല്ല, അത് എന്നിലെ പ്രേക്ഷകൻ, ഞാൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ തിരക്കഥ വായിച്ചു വരുമ്പോൾ എന്നെ തൃപ്തിപ്പെടുത്തിയത് ആ കാഴ്ചയാണ്. അത് പറയേണ്ടത് ആ കാറും ബെൻസും ഒക്കെയാണ് ആ സിനിമയുടെ ആർക്കിനിലേക്ക് വന്ന് വീഴുന്നത്. ഒരിക്കലും ലളിതയുടെ മില്ലോ കൊന്ന് കുഴിച്ചുമൂടി ലളിത മില്ലിൻ്റെ അകത്തുകൂടി പൂട്ടുന്നതിനേക്കാൾ ഇമോഷണലി എനിക്ക് ഇമ്പാക്റ്റ് കിട്ടിയത് ബെൻസും ആ കാറും തമ്മിലുള്ള ഇമോഷൻ കണക്ഷനിലേക്ക് ജോർജ് സാർ വന്ന് കയറുന്നതിൻ്റെ അകത്തായിരുന്നു. അത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമാണെന്നോ ഒന്നുമല്ല. അങ്ങനെ ഒരു പ്രൊഡ്യൂസറിൻ്റെ പ്രഷറോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പ്രഷറോ ഒന്നുമല്ല. അത് എന്നിലെ പ്രേക്ഷകൻ അത് ആഗ്രഹിച്ചു, അത് എന്നിലെ സംവിധായകൻ ചെയ്തു കൊടുത്തു. അത് എന്നിലെ പ്രേക്ഷകനും ഹാപ്പിയായി, എന്നിലെ സംവിധാനം ഹാപ്പിയായി. അത് ഒരു പക്ഷേ അമ്മയിലെ പ്രേക്ഷകൻ അത് ഹാപ്പി ആയി കാണൂലായിരിക്കും. അത് ഡിപ്പെൻസ്. നമുക്ക് അങ്ങനെ എല്ലാവരും തൃപ്തിപ്പെടുത്തി സിനിമ ചെയ്യാൻ പറ്റില്ല. സാർ നമസ്കാരം. സാർ, എൻ്റെ പേര് ഷിംജു ജെയിംസ്, തൃശ്ശൂരാണ് സ്ഥലം. സിനിമയുടെ കൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു പരിധിവരെ അതിലൊരു ചുവടുവെപ്പ് എനിക്ക് നടത്താൻ സാധിച്ചു. ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ മൂവിയിലും ചെറിയൊരു കൊമേഴ്സ്യൽ പടത്തിലും ഹീറോ ആയിട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞാനിപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത്, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടായിരിക്കാം, ഒരുപാട് പേര് കാസ്റ്റിംഗ് കോളും ഓഡിഷനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം.
ഇപ്പോൾ സിനിമയുടെ ഭാഗമാകാനായിട്ട് എനിക്ക് പറ്റിയെങ്കിലും സാറിൻ്റെ അടുത്ത് എത്താൻ എനിക്ക് പറ്റുന്നില്ല. സാറിൻ്റെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് സിനിമയിലെ ആക്റ്റീവായിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈ സിനിമേനെ സ്വപ്നം കാണുന്ന ഇത്ര അധികം ഓഡിഷനുകളും കാസ്റ്റിങ്ങുകളും അയക്കുന്ന 10,000 ലക്ഷക്കണക്കിന് വരുന്ന സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. സാർ അതിനൊരു സൊല്യൂഷൻ സാറിൻ്റെ അടുത്തേക്ക് കഴിവുള്ള കാസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിനിമയുടെ 80% പൂർത്തിയായി എന്ന് പറഞ്ഞ തരുൺ സാറിൻ്റെ അടുത്തേക്ക് പോലെ എത്തിക്കാനായിട്ട് ഒരു സൊല്യൂഷൻ സ്വപ്നം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പ്ലീസ്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇതിപ്പം സിനിമയിലേക്ക് ഒരു എളുപ്പവഴി ഇല്ല മോനെ. 30 വർഷത്തിൽ മേലെയായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ഞാൻ. സിനിമയിലേക്ക് ഒരു എളുപ്പവഴി ഇല്ല. സിനിമ ശ്വസിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ സഞ്ചരിക്കുക. തരുൺ പറയും ബാക്കി. അല്ല, ഇപ്പം എൻ്റെ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആളെ പിടിക്കുക എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങളെക്കാൾ വലിയ ഉത്തരവാദിത്തം എൻ്റെയാണ്. ഇപ്പം സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആ 86 വയസ്സുള്ള അമ്മ എന്ന് പറയുന്ന ആള് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും സിനിമ അഭിനയം ആഗ്രഹമില്ല. അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു കുടുംബ ഫോട്ടോയിൽ ആ അമ്മേനെ കണ്ടപ്പോഴാണ് ഈ അമ്മ അഭിനയിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അവർ എന്നോട് ചോദിച്ചിട്ടില്ല, എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ അവരെ പോയി സിനിമയിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോഴും അവർക്ക് അതിനോട് താല്പര്യമില്ല. അതെൻ്റെ ആവശ്യമാണ്. സിനിമയിലെ കഥാപാത്രങ്ങൾ കൃത്യമായ രൂപങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് എഴുത്തുകാരൻ നിലയിലും സംവിധായകൻ നിലയിലും എൻ്റെ ആവശ്യമാണ്. അത് ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ എനിക്ക് അവിടെ ഇവിടെ കാണുമ്പോൾ ചില മുഖങ്ങളൊക്കെ എൻ്റെ സിനിമയിൽ വന്ന ആളുകളൊക്കെ എനിക്ക് കാണാം. ഇവരെ എല്ലാവരും എന്നോട് ഇങ്ങോട്ട് ചോദിച്ചവരല്ല. ഇവരെല്ലാവരെയും ഞാൻ അഭിനയിക്കാൻ വരാമോ എന്ന് ഞാൻ അങ്ങോട്ട് എൻ്റെ ഡയറക്ഷൻ ടീമിനെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചോ ചോദിച്ച ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരു മറയുമില്ല, എൻ്റെ മുന്നിൽ ഒരു ബ്ലോക്കും ഇല്ല. നിങ്ങളുടെ മുന്നിലാണ് ബ്ലോക്കുകളുള്ളത്. അത് പൊട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുള്ളൂ, എനിക്കറിയില്ല. ഹായ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഡേ നമ്മൾ തുടരും കാണാൻ പോയ ദിവസമാണ് ഓൺ ദ വേ ടു തിയേറ്റർ ഒരു മാങ്ങ വീണ് എൻ്റെ ഗ്ലാസിൻ്റെ ചില്ലു പൊട്ടിയത്. ആ ചില്ലു പൊട്ടിയ ഗ്ലാസ് കൂടെ തിയേറ്ററിൽ വന്ന് നമ്മൾ ആ മൂവി കാണുന്നത്. എനിവേ അത് വിട്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഓക്കെ കാശ്മീർ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ആഫ്റ്റർ ദ മൂവി റിലീസ് ഒരുപാട് ഡീറ്റെയിലിംഗ് വീഡിയോസിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഡീറ്റെയിലിംഗ് അത് കുറച്ച് ഈയിടെയായിട്ടാണ് ഇത് കൂടുതൽ റെലവൻ്റ് ആയിട്ട് വരുന്നത്, വളരെ ഡെപ്തിൽ ചെയ്യുന്ന ടു ദ പോയിന്റ് ഓഫ് സിംബോളിസം. ലൈക്ക് ഇത് സിംബലൈസ് ചെയ്യുന്നത് സോ ആൻഡ് സോ ആണ്, അത് ആഡ്സ് ഡെപ്ത് ടു ദ ക്യാരക്ടർ ഓർ ദ പ്ലോട്ട് ലൈൻ. സോ ഇതിൻ്റെ ഒരു റെലവൻസ് അക്രോസ് ടൈം അതിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യാം. സിൻസ് യു ആർ എ പേഴ്സൺ ഹൂ സെഡ് ലൈക്ക് മുടി ഇങ്ങോട്ട് വെക്കണോ ഇങ്ങനെ വെക്കണോന്ന് വരെ പ്ലാൻ ചെയ്ത ഒരാളാണ്. സോ ഇല്ല, ഈ ഡീറ്റെയിലിങ്ങുകളും മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്ന ലെയേഴ്സും മാർക്കുകളും ഒക്കെ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചും കൂടി കൂടുതൽ സംസാരിക്കപ്പെടുന്നത്. സംവിധായകൻ എന്ന് പറയുന്നത് അത്രയും ഡീറ്റെയിലിങ്ങുകൾ നോക്കേണ്ട ആൾ തന്നെയാണ്. അങ്ങനെ ആ സീനിൽ അഭിനയിച്ച ആളാണ് ഇർഷാദ്. അവിടെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങുകൾ ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതായിരിക്കാം. വളരെ കൃത്യമായിട്ട് ഇർഷാദിക്കയുടെ കയ്യിൽ കൊടുത്തിരുന്നൊരു കവറുണ്ട്. എല്ലാ പെരവാസ്തലി വീട് അല്ലെങ്കിൽ കയറി താമസ വീടുകളിലും വരുന്ന ആളുകളുടെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ഓറഞ്ച് കളറിലെ അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ അതിൻ്റെ അകത്ത് 1000 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. ആ കവറിൻ്റെ ബാക്കിൽ 1000 രൂപ റാന്നി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നും പറഞ്ഞ് അതൊരു പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ക്ലോസ് വെക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇത് മേക്ക് ബിലീവിങ് ആണ്. ഇപ്പം ലാലേട്ടൻ എപ്പോഴും ഇതൊക്കെ മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ കളിയാക്കിയൊക്കെ പറയുമെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം സംവിധായകൻ വിശ്വസിക്കണം. ഇത് നടക്കാൻ പോകുന്ന സ്ഥലം, നടക്കാൻ പോകുന്ന പ്രതലം, ഇത് നടക്കാൻ പോകുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ ഡീറ്റെയിലിങ്. അതുകൊണ്ടാണ് ഇർഷാദ് കേലിൻ്റെ കയ്യിൽ കൊടുത്ത പേപ്പറിൽ പോലും അല്ലെ ആ കവർ ലെറ്ററിൽ പോലും നമ്മൾ പൈസ ഇട്ടിട്ടുണ്ട്, 1000 രൂപയുടെ പൈസ ഇട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ തുറന്ന് കാണിച്ചില്ല. അതിൻ്റെ പിന്നിൽ 1000 രൂപ എന്ന് എഴുതി, അതിൻ്റെ പിന്നിൽ ഡ്രൈവേഴ്സ് യൂണിയൻ എഴുതി നമ്മളത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ ആർട്ടിസ്റ്റുകൾ പാസ് ചെയ്ത് പോകുമ്പോൾ അവർക്കൊരു കഥ പറയാനുണ്ട് അതിൻ്റെ അകത്ത്. അത് ഞാൻ വിശ്വസിക്കുവാണ്. ഇർഷാദിക്കയുടെ ആ ഡ്രൈവേഴ്സ് യൂണിയൻ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ഡ്രൈവറിന് പെരവാസറ്റിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനത്തുകയാണെന്നുള്ളത് നമ്മൾ ബിലീവ് ചെയ്യുവാണ്. അപ്പം ഞാനത് ബിലീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അതല്ല. അതുപോലെ തന്നെയാണ് ശോഭന മാമിൻ്റെ മുടി മുന്നോട്ടിടുന്ന പുറകോട്ടിടുക എന്നൊക്കെ പറയുന്ന പരിപാടികളും. അവിടെ ആ മോനിരിക്കുമ്പോൾ
മോൻ്റെ അങ്ങനെയല്ല എല്ലാ അച്ഛനമ്മമാരും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അങ്ങനെയാണ്. എൻ്റെ മുടി എപ്പോഴും അളിഞ്ഞു വാരിയിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വന്ന് വെറുതെ എങ്കിലും മുടി പൊക്കി വെക്കണം. അതൊരു അറ്റാച്ച്മെൻ്റ് ആണ്, അതൊരു സ്നേഹമാണ്. അതിന് വേണ്ടി മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഡയലോഗ് പറയുന്നതിനേക്കാൾ എത്രയോ ഇമ്പാക്റ്റുകളാണ് ചില തലോടലുകൾ, ചില നോട്ടങ്ങൾ, അത് നമ്മൾ ജീവിതത്തിനെ നമ്മൾ അങ്ങനെ കാണുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ് ആ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ആ സീക്വൻസ് ബിലീവബിൾ ആക്കണം. അതിന് വേണ്ടി ആ സീൻ എൻ്റെ ആർട്ടിസ്റ്റുകൾക്ക് ബിലീവബിൾ ആകണം. ഞാൻ ഇപ്പം പലപ്പോഴും ആർട്ടും ലൈറ്റിങ്ങും ആ മൊമെൻറ്റും എനിക്ക് ഒരിക്കലും ഈ ഡേ ഫോർ നൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം. രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണെന്ന് ആ നടന് തോന്നണം. ആ രാത്രിയുടെ ഒരു മനുഷ്യൻ പകൽ സംസാരിക്കുന്നതിനും രാത്രിയിൽ ബിഹേവ് ചെയ്യുന്നതിനും ഒക്കെ പല താളത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും തുടരുമിൻ്റെ സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഡേ ഫോർ നൈറ്റ് നമുക്ക് സ്റ്റുഡിയോ ഫ്ലോറിൽ ഗ്രീൻ മാറ്റിൽ ട്രാവൽ മൊത്തം ഷൂട്ട് ചെയ്താലോ എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞത് അത് വേണ്ട, ലാൽ സാറ് തന്നെ വണ്ടി ഓടിച്ച് കാടിനുള്ളിൽ കൂടി തന്നെ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞത്. അത് ആ ആക്ടറിനും ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യാൻ എളുപ്പമാവും, സംസാരിക്കാൻ എളുപ്പമാവും. അപ്പം ഡീറ്റെയിലിംഗ് നമ്മൾ ഒരു സിനിമയെ, കഥാപാത്രത്തെ, കഥാപശ്ചാത്തലത്തെ, കഥാസന്ദർഭത്തെ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാനുള്ള വ്യഗ്രത കൊണ്ടുണ്ടായി വരുന്നതാണ് ഈ ഡീറ്റെയിലിംഗ്. അത് ഇന്നുണ്ടായതല്ല, പണ്ടും ഭരതൻ സാറ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു, പത്മനാഭൻ സാറ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയോ ഇത്രയും വലിയ എഴുത്തുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഡീറ്റെയിലിംഗ് ആയി മാറുന്നത് ഒരു പക്ഷേ അവരെ അപമാനിക്കുന്ന തുല്യമാണ്. കാരണം ഇതിനേക്കാൾ എത്രയോ മികച്ച ഡീറ്റെയിലിങ്ങുകളും എത്രയോ മികച്ച ക്രാഫ്റ്റുകളും അവർ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയൊക്കെയാണ് അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് അതിന് ശേഷമുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Oh, hi. My name is Devi Krishna. I am a founder of a non-profit organization for visually impaired called Hidden Voices. I've been watching all of your movies, especially Thodarum, Operation Java, and Saudi Valaka is one of my favorites. Thank you. And one question is that, what do you think, like, Indian cinema needs, what kind of genre, or what kind of stories would you like to see Indian cinemas down the line? Yeah, I think we need to stick on more on emotions, more on life, more than magnum opus images, magnum opus sets, everything. We need basically emotion. ഭയങ്കരമായിട്ട് റാൻഡംലി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോകുന്ന ഒരു ടേമാണ് പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ. ഐ തിങ്ക് എത്രത്തോളമാണോ ഒരു സിനിമ അവൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ നാടിൻ്റെ ഇമോഷൻ അല്ലെ അവൻ്റെ കൾച്ചർ പറയുന്നത്, അപ്പോഴാണ് then it's became international, then it's became pan Indian. അപ്പോൾ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റിനെയും ചേർത്ത് വെക്കുന്നതായി പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന രീതിയിലോട്ട് മാറിപ്പോകുന്നു. അതിനപ്പുറത്തേക്ക് മച്ച് റൂട്ടഡ് കോണ്ടന്റുകൾ വരണം, മച്ച് റൂട്ടഡ് ഇമോഷൻസ് വരണം. മോർ ദാൻ ഒരുപാട് പൈസ വാങ്ങുന്നു എന്ന് പറഞ്ഞ ഐഡിയയിലൊക്കെയാണ് ഇപ്പോൾ സിനിമ നിൽക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത് ഓൺ കോണ്ടന്റ്, ഓൺ സ്ക്രിപ്റ്റ്, ഓൺ പേപ്പർ. ഈ പേപ്പറിലും ടെക്നീഷ്യൻ്റെ നമ്മൾ ഒരുപാട് ടാലൻറ്റഡാണ്. ടെക്നീഷ്യൻസിൻ്റെ കേസിൽ, ആക്ടേഴ്സിൻ്റെ കേസിലൊക്കെ നമ്മൾ ഇന്ത്യ പോലത്തെ ഒരു കൺട്രി ഈസ് വെരി ടാലൻറ്റഡ്, വെരി റിച്ച്. പക്ഷേ നമ്മൾ ഇൻ പേപ്പറിലേക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. പ്രീ പ്രൊഡക്ഷൻസിനും എഴുത്തിനും വേണ്ടി കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. കുറച്ചും കൂടി റൂട്ടറാകാൻ ശ്രമിക്കണം. ഐ തിങ്ക് അതായിരിക്കും ഓൾ ഇന്ത്യൻ സിനിമ വെയിറ്റ് ചെയ്യുന്നത്. മച്ച് റൂട്ടഡ് കോണ്ടന്റുകളാണ് വരേണ്ടത്. രണ്ട് ചോദ്യങ്ങൾ പെട്ടെന്നാവാം രണ്ടുപേർക്ക്. ഹായ് സർ. Yeah. സാറിൻ്റെ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമയാണ് സൗദി വെള്ളയ്ക്ക. അപ്പോൾ അതിലൊരു 86 വയസ്സുള്ള ഒരു അമ്മയുടെ കഥയാണ്. അപ്പോൾ ആ കഥയിൽ ഈ അമ്മയ്ക്ക് ശബ്ദം എന്ന് പറയുന്നത് ആ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ശബ്ദമാണത്. അപ്പോൾ ആ ശബ്ദം കൊടുത്തിരിക്കുന്നത് മറ്റൊരു പ്രമുഖ നടിയായ പൗളി മാമാണ്. അപ്പോൾ എങ്ങനെയാണ് ശബ്ദം തിരഞ്ഞെടുക്കുന്നത്? പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് പുള്ളി തന്നെ ഡബ് ചെയ്തു. അപ്പോൾ ഇതിൽ ഈ ശബ്ദം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഓരോ കഥാപാത്രങ്ങൾക്കും? ഇല്ല, ഇപ്പം സൗദി വെള്ളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഇന്നിപ്പം കാണുന്ന 86 വയസ്സുള്ള ഒരു അമ്മയായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് ചോയ്സ്. എൻ്റെ ചോയ്സ് സൗദിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഭാഗത്തുള്ള ഒരു അമ്മേനെ കണ്ടെത്തി കാസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ അമ്മേനെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ അമ്മ പക്ഷേ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു 2 മാസത്തിന് മുന്നേ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് വേറൊരു ആളിലേക്ക് എത്തേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ആളിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ അത് എൻ്റെ ഒരു ആവശ്യമായിട്ട് പറയാം, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ മച്ച് റൂട്ടഡ് എന്നൊക്കെ ഞാൻ മച്ച് റൂട്ടഡ് ആണെങ്കിൽ ആ ആർട്ടിസ്റ്റ് തന്നെയാണ് ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം കൊടുക്കേണ്ടത്.
അപ്പോൾ ഈ പറയുന്ന ദേവി വർമ്മ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറ ഇല്ലത്ത് താമസിക്കുന്ന ഒരു അമ്മ സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ഭാഷയിലൊക്കെ ഒരു തൃപ്പൂണിത്തുറ സ്ലാങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു നമ്പൂരി സ്ലാങ് ഒക്കെ ഉണ്ട്. അപ്പം അത് എൻ്റെ ഒരു ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു. അപ്പം അത് നമ്മൾ അമ്മയോട് സംസാരിക്കുമ്പോഴും നമ്മൾ അമ്മേനെ കുറച്ചും കൂടി സൈലൻസ്, ആ സിനിമ ശ്രദ്ധിച്ചറിയാം, ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ഒരുപാട് സൈലൻസുകളാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ആ സ്ക്രിപ്റ്റ് അങ്ങനെ അല്ലായിരുന്നു, കുറച്ചും കൂടി വെർബലായിരുന്നു ഉമ്മ. ഈ കാസ്റ്റിംഗ് മാറിയതോടു കൂടിയാണ് ആ ക്യാരക്ടറിനെ ഞാൻ സൈലൻ്റ് ആക്കിയത്. കാരണം പിന്നെ എനിക്ക് എന്നെ വിശ്വസിപ്പിക്കണം അതൊരു സൗദിക്കാരിയാണ്, അതൊരു കണ്ണമാലിക്കാരിയാണെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് കണ്ണമാലിയുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്ന് ഡബ് ചെയ്യണം. അങ്ങനെയാണ് ആക്ച്വലി പോളി ചേച്ചിയിലേക്ക് പോകുന്നത്. പോളി ചേച്ചി വന്ന് അത് ചെയ്ത് എനിക്ക് അതിന് ഒരുപാട് എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും നല്ല അഭിപ്രായങ്ങളും ഉള്ളൊരു എൻ്റെ ഒരു ചോയ്സായിരുന്നു. ദേവി വർമ്മേനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ, പോളി ചേച്ചിനെ പോലെ ഫെമിലിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. പക്ഷേ പോളി ചേച്ചിനെ പോലൊരു ആർട്ടിസ്റ്റിനെ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു കണ്ണമാലി സ്വഭാവമുള്ള ഒരു ആർട്ടിസ്റ്റ് വന്ന് ചെയ്യണം എന്നുള്ളതുകൊണ്ടായിരുന്നു. ഞാൻ പോളി ചേച്ചിക്ക് മുമ്പ് മറ്റ് 2 ആർട്ടിസ്റ്റുകളെയൊക്കെ ഡബ്ബിങ് ട്രൈ ചെയ്തു. പക്ഷേ കുറച്ചെങ്കിലും മാച്ചായി വന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്നിലെ സംവിധായകനെ തൃപ്തിപ്പെടുത്തിയത് പോളി ചേച്ചിയുടെ ശബ്ദമായിരുന്നു. പക്ഷേ ആ സമയത്ത് പടം ഇറങ്ങിയ സമയത്ത് പല ആളുകൾക്കും പോളി ചേച്ചിനെ തന്നെ കാണാൻ പറ്റി. ആ ക്യാരക്ടറോട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയില്ല. ചില ആളുകൾക്ക് പോളി ചേച്ചി, ഇതൊക്കെ സിനിമേനെ അത്രയേറെ സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ ഉള്ളിൽ പോളി ചേച്ചിയാണോ ദേവി വർമ്മയാണോ എന്നുള്ളത് അതൊരു കഥാപാത്രമാണ്. സിനിമയായിട്ട് കാണുന്ന, അല്ലെങ്കിൽ സിനിമേനെ അങ്ങനെ വീക്ഷിക്കാൻ പറ്റുന്നവർക്ക് ഒരുപക്ഷെ അത് കണക്റ്റായി കാണൂലായിരിക്കും. പക്ഷേ എൻ്റെ വിശ്വാസം പോളി ചേച്ചിയിലേക്ക് വരാനുള്ള കാരണം ആ ടെറൈൻ എന്നുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിലാണ്. അപ്പം ഇപ്പം ഈ പറയുന്ന പോലെ തുടരും ചെയ്യുമ്പോൾ ശോഭന മാം, അതും മറ്റൊരു വിവാദമാണ്. ശോഭന മാം ഡബ് ചെയ്യാനുള്ള കാരണവും എനിക്ക് ആ ക്യാരക്ടർ ഒതൻറ്റിക്കേറ്റ് ആയിരിക്കണം, അതിനൊരു തമിഴ് സ്വഭാവം വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ശോഭന മാമിനെ കൊണ്ട് ഡബ് ചെയ്യിച്ചിരിക്കുന്നത്. പെട്ടെന്നായിക്കോട്ടെ മോളെ. ഹലോ, ഹലോ യാ തരുൺ ചേട്ടൻ ഒരു കഥകളി ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ കഥകളിയിലെ കരി, താടി, മിനുക്ക്, കത്തി ഇതൊക്കെ ഈ സിനിമയിലെ ഏതെങ്കിലും ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടോ? അതായത് ദേഷ്യം, സന്തോഷം അതൊക്കെ കൊടുത്തിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? ഉണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ തുടരും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ചില ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്. ഇപ്പം ജോർജ് സാറിൻ്റെ ഇടയ്ക്കൊക്കെ പറയും, ചേട്ടാ ഇത് നമ്മൾ കഥകളിയിൽ കാണുന്ന കത്തി വേഷത്തിന് തുല്യമായ വേഷമാണ്. ബിനു ചെയ്ത ബെന്നിയുടെ ഇത് കഥകളിയിലാണെങ്കിൽ തുഷാസനെ പോലുള്ള താടി വേഷങ്ങളുടെ ഇതാണ്. ഇപ്പം ലാസ്റ്റ് സമയത്ത് ബെൻസ് എല്ലാ കൈവിട്ട് പോയിരിക്കുന്ന സമയത്ത് ഞാൻ ലാൽസാറിനോട് പറഞ്ഞു, ലാൽസാർ ഇത് കഥകളിയിലാണെങ്കിൽ രൗദ്രഭീമൻ്റെ, അപ്പം അങ്ങനത്തെ പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് തുടരുമിലാണ് അത് കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. യെസ്.